കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ നെയ്യാറ്റിൻകര ഭഗവാന്റെ 3 ആശ്രമങ്ങളിൽ നെയ്യാറ്റിൻകര ആശ്രമവുമായി ബന്ധപ്പെട്ട് നടന്ന സപ്താഹത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. സപ്താഹത്തിൻ്റെ ആരംഭം എല്ലാവർക്കും അറിയാവുന്ന ഇത്രയും സുപരിചിതനായ അശേഷാനന്ദ സ്വാമികളാണ് സപ്താഹത്തിന് കാർമ്മികത്വം വഹിച്ചത്. അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിലാണ് സപ്താഹം നടന്നത്. അപ്പോൾ സപ്താഹത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ ഓരോ ഭാഗങ്ങളായിട്ട് 7 ദിവസത്തെ സപ്താഹം നടക്കുകയുണ്ടായി. അപ്പോൾ ഓരോ സപ്താഹത്തിനും അതിൻ്റെ മഹത്വം, കാരണം ഇന്ന് നമുക്ക് നാട്ടിൽ നടക്കുന്ന ഓരോ ദുഷ്ടചിന്താഗതികൾക്കും എന്ന് വെച്ചാൽ പല തരത്തിലുള്ള ദുഷ്ട മനസ്സ് ആയി മാറുകയാണ്. കൊലപാതകമാവട്ടെ, അല്ലെങ്കിൽ മറ്റ് പിടിച്ചുപറിയാവട്ടെ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതാവട്ടെ, അതുപോലെ കുട്ടികളാവട്ടെ വഴിതെറ്റി പല മാർഗങ്ങളിലൂടെ മയക്കുമരുന്നിനും മദ്യത്തിനും ഒക്കെ അടിമപ്പെട്ടു പോകുന്നതിനൊക്കെ പ്രധാന കാരണം അവരിൽ ദൈവിക ചിന്ത ഇല്ലാത്തത് കൊണ്ടാണ്. ആ ദൈവിക ചിന്തയെ വളർത്തിയെടുക്കുക, ഇതാണ് ആചാര്യന്മാരുടെ ഇന്നത്തെ ദൗത്യം. അത് ഈ സപ്താഹത്തിലൂടെയും ഒക്കെ ശ്രമിക്കുന്നവർക്ക് ഒരുപാട് മാറ്റം. അത് കൊച്ചുകുട്ടികൾ മുതിർന്നവരെന്നുള്ളിടത്തല്ല, ഇപ്പോൾ സ്ത്രീകൾ തന്നെ പലരും വീട്ടിൽ TV-യുടെ മുമ്പേ ഇരുന്ന് പല ആവശ്യമില്ലാത്ത കാര്യങ്ങളും കണ്ടിട്ട് പരദൂഷണവും ടെലിഫോണിലൂടെ സംഭാഷണങ്ങളും, ഇതിനൊക്കെ ഉപരി സപ്താഹം ശ്രവിച്ച് ഇത് ഇട്ട് ഓരോ ആചാര്യന്മാരുടെ വാക്കുകൾ ശ്രവിച്ചാൽ മൊത്തം അവരുടെ കുടുംബത്തിൽ തന്നെ ചേഞ്ച് വരും. കുടുംബം തന്നെ രക്ഷപ്പെടും. എല്ലാവർക്കും നന്മയുണ്ടാവും. പൈസയും മാത്രമല്ല, സമാധാനം കിട്ടും. ഐശ്വര്യപ്രദമായ അവസ്ഥകൾ ഉണ്ടാവും. അപ്പോൾ ഇത് വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ആശ്രമങ്ങളിലെ സപ്താഹവും അതുപോലെയുള്ള അറിവുകൾ പകർന്നു കൊടുക്കുന്ന ആചാര്യന്മാരുടെ സാമീപ്യം ഉണ്ടാവണേ. ഇന്ന് നമുക്ക് സപ്താഹത്തിൻ്റെ ഈ സപ്താഹം ശ്രമിക്കാത്ത ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള ആചാര്യന്മാരെ കിട്ടി അവരുടെ സപ്താഹങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഈസിയല്ല. അപ്പോൾ അവരുടെ ഓരോ വാക്കുകളും വിലപ്പെട്ടതാണ്. അതുപോലെ ഭഗവാൻ ചിന്താലേശൻ്റെ പരമഭക്തനായിട്ടുള്ള ആളും കൂടിയാണ് അശേഷാനന്ദ സ്വാമികൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 7 ദിവസം ആശ്രമത്തിന് ചെലവഴിച്ച് 7 ദിവസത്തിൽ അദ്ദേഹത്തിൻ്റെ അറിവ് ഭക്തർക്ക് വേണ്ടി പകർന്നു കൊടുത്തതാണ് നമ്മൾ ഓരോ ഭാഗമായിട്ട്, പ്രധാനപ്പെട്ട ഓരോ ഭാഗമായിട്ട്, ഓരോ എപ്പിസോഡായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. 7 ദിവസത്തെ സപ്താഹത്തിലെ ഓരോ ദിവസത്തിൻ്റെയും മഹത്വത്തെക്കുറിച്ച്
പറഞ്ഞതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണുന്നത്. വിശ്വോൽപത്തിയാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം പരമാനന്ദമാധവം. പീതാംബരം കലവിരാജിത ശംഖചക്രകൗമോദഗീധരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാദാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീവാസുദേവമനിശം ഹൃദി ഭാവയാമി. നമ്മളെല്ലാവരും വളരെ ഭാഗ്യം ചെയ്തവരാണ്, സുഹൃതശാലികളാണ്. എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള ഒരു മഹായോഗീശ്വരന്റെ, ഒരു യുവപുരുഷന്റെ, ഭഗവാന്റെ കാരുണ്യത്തിന്, അനുഗ്രഹത്തിന് പാത്രീഭൂതരാവാൻ സാധിച്ചു, അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചു, അദ്ദേഹത്തിന്റെ സ്നേഹവാത്സല്യങ്ങൾ നേടാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ജന്മത്തെ ധന്യവും സഫലവും ആക്കി തീർക്കണമാണ്. നമുക്കൊക്കെയുള്ള ഭാഗ്യം അവിടുത്തെ സ്മരിക്കുക, അവിടുത്തെ ആശ്രമത്തിൽ വരിക, എല്ലാ പരിപാടികളിലും നമ്മൾ സജീവമായി പങ്കെടുക്കുക, അതിനെ എല്ലാ തരത്തിലും അതിനോട് സഹായിച്ചും സഹകരിച്ചും അതിനെ വിജയിപ്പിക്കുക. അത് ഭഗവാൻ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ തിരിച്ചുള്ള സേവനമാണ്, സ്നേഹപ്രകടനമാണ്. മനസ്സിലായോ? ഇന്ന് നിങ്ങൾ വന്നതുപോലെ എല്ലാ ദിവസവും ഭക്തന്മാരെല്ലാവരും വരിക, ഭാഗവതം ദിവസവും കഥകളും അതുപോലെ വായനയിലൊക്കെ പങ്കെടുക്കുക. അങ്ങനെ ഈ സപ്താഹം നമുക്ക് നല്ല ഒരു അനുഭവമാക്കി മാറ്റാം. ഭാഗവതം നൈമിഷാരണ്യം എന്ന് പറഞ്ഞ പുണ്യസ്ഥലത്ത് വെച്ച് ആയിരക്കണക്കായ മഹർഷി ഋഷിരന്മാർക്ക് വേദവ്യാസ മഹർഷിയുടെ പ്രിയ ശിഷ്യനായ ഉഗ്രശ്രവസ്തരായ ഗുരുനാഥൻ ഉപദേശിക്കുക. അനേകകാലം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം നടത്തുകയാണ് അവരെ, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. അവിടേക്ക് ഒരു മഹാത്മാവ്, ഭഗവാനെ പോലുള്ള ഒരു മഹാത്മാവാണ് ഈ സൂതൻ, അദ്ദേഹം വരികയാണ്. അദ്ദേഹം കണ്ട ഉടനെ ആ മഹർഷിമാർക്കൊക്കെ മനസ്സിലായി, ഈശ്വരനെ പ്രത്യക്ഷമായി സാക്ഷാത്കരിച്ചിട്ടുള്ള സകല ജനാചരങ്ങൾക്കും ഉള്ളിൽ ഭഗവാനെ കാണുന്ന മഹാത്മാവാണ് അദ്ദേഹം. ഇങ്ങനെയുള്ള ഒരു മഹാത്മാവിനെ കാണാൻ കഴിയുന്നതേ നമ്മുടെ സുഹൃതമാണ്, ഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കി എല്ലാവരും എഴുന്നേറ്റ് ആ മഹാത്മാവിനെ, ആ ഗുരുനാഥനെ വേണ്ട പോലെ ബഹുമാനിച്ചിരുത്തി പാദപൂജയൊക്കെ ചെയ്ത് നമസ്കാരം ചെയ്ത് അദ്ദേഹത്തിനോട് പല 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 സംശയങ്ങളും ചോദിച്ചു. അത് ലോകത്തിലുള്ള എല്ലാ ആൾക്കാർക്കും അറിഞ്ഞിരിക്കേണ്ട സംശയങ്ങളാണ്. എന്താ ചോദിച്ചത്? എങ്ങനെയാണ് അജ്ഞാനം നീങ്ങുക? നമ്മുടെയൊക്കെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ട്, എങ്കിലും നമുക്ക് ആർക്കും അത് അനുഭവിക്കാനോ അറിയാനോ കഴിയണില്ല. അജ്ഞാനത്താൽ മറയപ്പെട്ടിരിക്കുകയാണ് ഭഗവാൻ. തിരശീലയുടെ പുറകിലിരിക്കുന്ന വേഷക്കാരനെ തിരശീല മറയ്ക്കണ പോലെ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഭഗവാൻ ഉള്ളത് കൊണ്ട് നമ്മളൊക്കെ ജീവനോടെ ഇരിക്കുന്നത്. പക്ഷെ ഭഗവാൻ ആനന്ദസ്വരൂപനായിട്ട് നമ്മൾ ദുഃഖിച്ചുകൊണ്ടിരിക്കണം. അത് നീക്കി തരുന്ന കോടി സൂര്യന പോലെ ഞങ്ങളെ അനുഗ്രഹിക്കാൻ വന്ന ഗുരുനാഥ, അങ്ങ് പറഞ്ഞു തരൂ, ഭഗവാന്റെ ആ കഥകളെ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ആ ഭഗവത് കഥകൾ കേട്ടാൽ മതി, നമുക്ക് പരമമായ ശ്രേയസ് ഉണ്ടാവും. എങ്ങനെയാണ് ഈശ്വര ഭക്തി ഉണ്ടാവുക? ഭഗവത് ഭക്തിയാണ് മുഖ്യമായിട്ട് വേണ്ടത്, പ്രത്യേകിച്ചും കലികാലത്തിൽ. ആ ഭക്തി ഉണ്ടാവാനുള്ള വഴികൾ പറഞ്ഞു തരും, വിവേകമുണ്ടാവാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരൂ, ഭഗവാനെ കുറിച്ചുള്ള അറിവുണ്ടാവാൻ, ജ്ഞാനുണ്ടാവാനുള്ള വഴി പറഞ്ഞു തരൂ, ഭഗവാന്റെ മായയെ ജയിക്കാനുള്ള വഴി പറഞ്ഞു തരൂ. ഈ ലോകത്തില് പ്രത്യേകിച്ചും കലികാലത്തില് സുഖം വേണം, സുഖം ഇല്ലാണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആൾക്കാര് പല പല പണികൾ എടുക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഫലമായിട്ട് കൂടുതൽ കൂടുതൽ ക്ലേശവും ദുഃഖവും ആണ് അവർക്ക് അനുഭവപ്പെടുന്നത്. ടെൻഷനും വരി കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ലോകത്തില് ആ മനസ്സിന് ശാന്തി, ശാശ്വതമായ സമാധാനം എന്തുകൊണ്ടാണ് ഉണ്ടാവുക? അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. എന്താണ് മനുഷ്യജന്മത്തിന്റെ പരമമായ ലക്ഷ്യം? മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള വഴി എന്താണ്? ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരണേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിച്ചു. ഇതൊക്കെ നമുക്കും അറിയേണ്ടതല്ലേ? അപ്പോഴാണ് ആ ഗുരുനാഥൻ തന്റെ ഗുരുനാഥന്മാരെ സ്മരിച്ചു. എന്നിട്ട് പറഞ്ഞു, വേദവ്യാസ മഹർഷിയെയും ശീശുഭദ്ര മഹർഷിയും ഒക്കെ നമസ്കരിച്ചതിന് ശേഷം പറഞ്ഞു, നിങ്ങളുടെ ചോദ്യം വളരെ നന്നായി. ആ ചോദ്യം കൊണ്ട് ഞാൻ അനുഗ്രഹീതനായി. ഭഗവാനെ കുറിച്ച് ഓർമ്മിക്കാനും പറയാനും ഇടവൊന്നുമല്ലോ. മാത്രമല്ല, ലോകര് മുഴുവൻ അറിയേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചത്. നിങ്ങൾ ഈ മുഴുവൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരമായിട്ട് ഞാൻ ഒരു പുരാണം നമുക്ക് ഉപദേശിക്കാം. അതാണ് ശ്രീമദ് ഭാഗവതം. ഈ ഭാഗവതം
സമസ്ത വേദസാരമാണ്, സമസ്ത ഉപനിഷത് സാരമാണ്. വേദസാരമാണ് ഉപനിഷത്തുകൾ. ആ ഉപനിഷത്തിന്റെ സാരമാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീതയുടെ വിസ്തൃതമായ ഒരു വ്യാഖ്യാനം കൂടിയാണ്. അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതം വേദവ്യാസ മഹർഷി ശ്രീനാരദ മഹർഷിയുടെ ഉപദേശമനുസരിച്ച് ഉണ്ടാക്കി. അത് തന്റെ പുത്രനും ജന്മനാ തന്നെ ഈശ്വര സാക്ഷാത്കാരം നേടിയ മഹാത്മാവുമായിരുന്ന ശുഭബ്രഹ്മർഷിയെ പഠിപ്പിച്ചു. ആ ശുഭമഹർഷി തനിക്ക് 7-ാം ദിവസം പാമ്പ് കടിയേറ്റ് മരണം ഉണ്ടാവും എന്ന വാർത്ത കേട്ട ഉടനെ ഇനിയുള്ള 7 ദിവസം മുഴുവൻ സമയവും ഈശ്വരചിന്തയിൽ മുഴുകി മനസ്സ് ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ ഉറപ്പിച്ചുകൊണ്ട് ഗംഗാതീരത്ത് വന്നിരുന്ന മഹാനുഭക്തനായ പരീക്ഷിത് മഹാരാജാവിനെ കൽപ്പിച്ചു. ആ സമയത്ത് പരീക്ഷത്തിന്റെ ഒപ്പം ഇരുന്ന് ആ ഭാഗവതം കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ശ്രീമദ് ഭാഗവതത്തില് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരമുണ്ട്. മരണഭയം ഇല്ലാണ്ടാക്കാനുള്ള വഴി, അജ്ഞാനം നീങ്ങാനുള്ള വഴി, ഈശ്വരഭക്തി ഉണ്ടാവാനുള്ള വഴി, വിവേകമുണ്ടാവാനുള്ള വഴി, മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ളതായ മാർഗം ഈ ശ്രീമദ് ഭാഗവത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭാഗവത ശ്രവണം തന്നെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കും. ഇതിനേക്കാൾ വിശേഷപ്പെട്ട് ഒരു ഗ്രന്ഥമില്ല. മനുഷ്യന് പരമശ്രേയസ് ശാശ്വതമായിട്ടുള്ളതായ സന്തോഷം, ശാന്തിയാണ്, മനസ്സമാധാനമാണ്. അതിനുള്ള മാർഗം ശ്രീമദ് ഭാഗവത്തിൽ നല്ലോണം വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ ഭാഗവതം കേൾക്കണമെന്നുണ്ടെങ്കിൽ ജന്മാന്തരേ ഭവേ പുണ്യം, ജന്മാന്തരങ്ങളിൽ നമ്മൾ കൊടുത്തു വെച്ചിട്ടാവണം, പുണ്യം ചെയ്തിട്ടാവണം. പുണ്യം ചെയ്ത പുണ്യാത്മാക്കൾക്കാണ് ഭാഗവതം കേൾക്കാൻ തോന്നുന്നത്. എന്തായാലും തെളിവെന്നാണെങ്കിൽ പരീക്ഷിത് മഹാരാജാവിന് ഗംഗാതീരത്ത് വെച്ച് ഭാഗവതം ഉപദേശിച്ച പുറപ്പെട്ട സമയത്ത് പരീക്ഷത്തിന് ശുഭബ്രഹ്മർഷി ഉപദേശിക്കുമ്പോൾ അവിടെ അടുത്തുണ്ടായിരുന്നല്ലോ ഇത് കേട്ടുകൊണ്ട് ഈ ഗുരുനാഥൻ അവ പറയുകയാണ്, അവിടെ ദേവന്മാര് ഒരു കുംഭത്തില് അമൃതമായിട്ട് അവിടെ വന്നു അത്രേ. എന്നിട്ട് പറഞ്ഞു, ഈ അമൃത് കൊടുത്തോളൂ, പരീക്ഷത്തിന് പാമ്പ് കടിയിൽ നിന്ന് മോചിക്കും, രക്ഷപ്പെടും. പകരം ഞങ്ങൾക്ക് ഈ ഭാഗവതത്തിലെ അമൃത് തരണം എന്നാണ്. ഭാഗവതാമൃതം, ഭാഗവതം അമൃതമാണ്. അത് കഴിച്ചാലോ, ദേവലോകത്തെ അമൃത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജനന മരണ സംസാര ദുഃഖങ്ങളിൽ നിന്ന് എന്നേക്കുമായിട്ടുള്ളതായ മോചനം സാധിക്കില്ല. സ്വർഗത്തിന്റെ താമസം തന്നെ സ്ഥിരല്ല. താൻ കൊണ്ടുപോയ പുണ്യം തീരണ വരെയാണ് അവിടെ താമസിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ കുറച്ച് കാശും കൊണ്ട് നമ്മൾ ഏതെങ്കിലും എന്താ പറയാ എവിടെയെങ്കിലും വെക്കേഷനിൽ എവിടെയെങ്കിലും ആഘോഷിക്കാൻ പോയിരിക്കട്ടെ, പണം തീരുമ്പോൾ തിരിച്ചു വരണ്ടേ? ഇതുപോലെയാണ് സ്വർഗത്തിൽ പോയാൽ. പുണ്യം തീർന്നാൽ തിരിച്ചു വരണം. പിന്നെ ഇവിടുന്ന് പുണ്യം ഉണ്ടാക്കിയിട്ട് പിന്നെയും പോകണം. എന്നാൽ ഈ ഭാഗവതം കേട്ടാലോ, നമുക്ക് ഈ ജന്മം തന്നെ ഭഗവാനെ നമ്മുടെ ഉള്ളിൽ അനുഭവിക്കാൻ, സാക്ഷാത്കരിക്കാൻ സാധിക്കും. നമ്മളൊക്കെ ഭഗവാനോട് ചേർന്ന് സായുജ്യമടയും. പിന്നെ ആ ജീവന് സ്വർഗത്തിലും നരകത്തിലും ഈ ഭൂമിയിലും എവിടെയും പോകും വരവും വേണ്ട. എങ്ങും പോക്കും വരവില്ലാത്ത നിവർത്തന്റെ ശ്രദ്ധാമ പരമമാണ് ഭഗവാൻ പറയാം. എന്റെ അടുത്തെത്തിയാൽ പിന്നെ അവന് ഈ ജന്മമരണ സംസാരത്തിലേക്ക് തിരിച്ചു വരണ്ട. അവൻ സായുജ്യമടയും. ശാശ്വതമായ ശാന്തി, ആനന്ദം, കൃതാർത്ഥത ആ ജീവന് കൈവരും. അതാണ് ഈ ശ്രീമദ് ഭാഗവതം കൊണ്ട് കൈവരിക. ഈ ഭാഗവതം കേൾക്കാനുള്ള ഭാഗ്യം പുണ്യം ചെയ്ത് സ്വർഗത്തിലെത്തിയ ദേവന്മാർക്ക് പോലും ഇല്ലത്രേ. അതുകൊണ്ടാണ് ദേവന്മാര് അവിടെ കിട്ടാത്ത ഈ ഭാഗവതം കേൾക്കാനുള്ള മോഹം കൊണ്ട് ഭൂമിയിലേക്ക് വന്ന് ഈ ഗുരുനാഥനോട് അപേക്ഷിച്ചത്. പക്ഷേ അവര് അഭക്തന്മാരാണെന്നും അവരതിന് അനർഹന്മാരാണെന്നും അർഹതയില്ലാത്തവരാണെന്നും ഗുരുനാഥന് മനസ്സിലായി. എന്താ കാരണം? അവർ ഭാഗവതം കച്ചവടത്തിനാവുന്നത്, ആ അമൃത് കൊടുത്ത് ഈ ഭാഗവതം വാങ്ങാനാവുന്നത്. അത് ശരിയല്ല. വിനയത്തോടെ, ഭക്തിയോടെ, ആദരവോടെ ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമായ ഈ ഭാഗവതത്തെ ആശ്രയിച്ചുകൊണ്ട്, ആ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ആ ഭാഗവതം കേൾക്കാൻ അനുവദിക്കണേ അന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിലോ അദ്ദേഹം അത് അനുവദിച്ചേനെ. അതുകൊണ്ട് ദേവന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് കുറെ പുണ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോയി എല്ലാ ഭൗതിക സുഖങ്ങളും അനുഭവിക്കുന്നത്. പക്ഷേ ഭൗതിക സുഖങ്ങൾ നമുക്ക് ഉണ്ടാവണമെങ്കിൽ കുറെ നമ്മൾ പുണ്യം ചെയ്തിട്ടുണ്ടാവണം. ഭൗതിക സുഖങ്ങൾ എത്ര തന്നെ ഉണ്ടായാലും, സുഖ സൗകര്യം എത്ര ഉണ്ടായാലും ശാശ്വതമായ ശാന്തി ആ വ്യക്തിക്ക് ശാശ്വതമായ ജന്മസാഫല്യം കിട്ടുന്നില്ല. അതിന് ഭാഗവതം ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. വേദവ്യാസ മഹർഷിക്ക് പോലും ഭാഗവതം എഴുതിയിട്ടാണ് ആ കൃതാർത്ഥത വന്നെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതം കിട്ടണമെങ്കിൽ സ്വർഗീയമായ സുഖ സൗകര്യങ്ങൾ ഈ മനുഷ്യന് ഈ ലോകത്തിൽ ഉണ്ടാവാം. പക്ഷേ അവർക്കൊന്നും ഭാഗവതം കേൾക്കാൻ പോകുന്നില്ല. അതിനേക്കാളും പുണ്യമുള്ളവർക്കാണ് അത്രേ ഭാഗവതം കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ജന്മാന്തരേ ഭവിൽ പുണ്യം തഥാ ഭാഗവതം ലഭേത്. ജന്മജന്മാന്തരങ്ങളിൽ ചെയ്തു വെച്ച പുണ്യത്തിന്റെ ഫലം ഒത്തുകൂടുമ്പോഴാണ് അത്രേ നമുക്ക് ഭാഗവതം എടുക്കാൻ, അതൊന്ന് വായിക്കാൻ, അതൊന്ന് കേൾക്കാൻ, ആ സദസ്സിലൊന്ന് പോകാൻ തോന്നുള്ളൂ എന്ന്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഭാഗ്യശാലികളല്ലേ? ഭഗവാൻ നമുക്ക് ഇതൊക്കെ അവസരം ഒരുക്കി തന്നില്ലേ? പള്ളിക്കാട് സപ്താഹം ഉണ്ടായി, 2-3 സപ്താഹം, തുടർന്ന് 3-ാമത്തെ സപ്താഹം അല്ലേ?
ഭഗവാനാണല്ലോ ആദ്യമായിട്ട് കളിക്കാട് ആണ്. ഭഗവാൻ അവിടെ ഇരുന്ന് നമ്മളെ അനുഗ്രഹിച്ചത് ആദ്യ സപ്താഹം ശരിയല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ടാണ് നമ്മളിപ്പോ ഇവിടെ ഈ മൂന്നാമത്തെ സപ്താഹവും ആരംഭിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഭഗവാന്റെ അനുഗ്രഹവും ദക്ഷന്റെ അനുഗ്രഹവും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹവും ഒക്കെ നമുക്ക് ഒരുമിച്ച് വരും ഇവിടെ വന്ന് ഈ ഭാഗവത്തെ കേട്ടു എന്ന് വിചാരിച്ചാൽ. എന്തായാലും ദേവന്മാർക്ക് പോലും കിട്ടാൻ പറ്റാത്ത ദുർലഭമായിട്ടുള്ള ഒന്നാണ് ഭാഗവതം എന്ന് ഇത് മനസ്സിലാക്കണം. അതാണ് നമുക്ക് ഭൂമിയിൽ മനുഷ്യരായപ്പോ കിട്ടിയത്. അതിനുശേഷം ഒരു സംഭവം ഉണ്ടായി. ശ്രീപരീക്ഷത്തിന് മഹാരാജാവ് 7-ാം ദിവസം പാമ്പ് കടിയേറ്റ് ചത്തുപോകും എന്ന് വിചാരിച്ചു എല്ലാവരും. പക്ഷെ ഭാഗവതം കേട്ട് കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഗുരുനാഥ, എനിക്ക് മരണത്തെ ഭയം ചെയ്യാണ്ടായി. കാരണം ഞാൻ മരിക്കില്ല. ഞാനെന്ന് പറയുന്നത് മരിക്കുകയും ജനിക്കുകയും ചെയ്യുന്ന ശരീരമല്ല, പിന്നെയോ ആത്മാവാണ് എന്ന് ആ പരീക്ഷത്തിന് ബോധ്യം വന്നു. ഈ ഭാഗവതം കേട്ടിട്ടേ ആത്മാവിന് ജന്മമരണങ്ങളില്ലല്ലോ, അത് ഈശ്വരന്റെ അംശല്ലേ. അതറിഞ്ഞോ അദ്ദേഹം ഈശ്വരന് വിലയും പ്രാപിച്ചു. മനസ്സിലായോ? ഇത് കേട്ട സമയത്ത് മറ്റുള്ള മഹർഷിമാർക്ക് അത്ഭുതം തോന്നിയത്രേ. എത്രയോ ഗ്രന്ഥങ്ങളുണ്ട് ഇവിടെ ഒരാളെ മുക്തരാക്കാൻ. പക്ഷെ അതിനേക്കാളും എളുപ്പത്തിൽ 7 ദിവസത്തെ ശ്രവണം മാത്രം കൊണ്ട് ഈ പരീക്ഷത്ത് മുക്തനായി, ജീവൻ മുക്തനായി വായുജ്യമടഞ്ഞു, ഭഗവാൻ ലയിച്ചു. എങ്കിൽ ഈ ശിവഭാഗവത്തിന്റെ മഹിമ എന്താ അറിയണല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ബ്രഹ്മദേവന്റെ അടുത്ത് പോയേക്കാണ്, ബ്രഹ്മലോകത്ത്. അപ്പൊ ബ്രഹ്മദേവൻ അത് കാണിച്ചു കൊടുത്തവർക്ക് ഒരു തുലാസ് കൊണ്ടു, തുലാഭാരൊക്കെ തൂക്കല് നമ്മള് ഇതുമാതിരി ഒരു തുലാസ് കൊണ്ടുവന്നിട്ട് ഒരു തട്ടില് മോക്ഷം കിട്ടാനുള്ള ഗ്രന്ഥങ്ങളൊക്കെ വെക്കാൻ പറ്റും, മറ്റേ തട്ടില് ഭാഗവതത്ത് വെക്കാൻ പറ്റും. അപ്പൊ ഭാഗവതം വെച്ച് തട്ട് കാണുന്നത്, മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ വെച്ച് തട്ട് പൊന്തിപ്പോയി. അത് എന്ത് മനസ്സിലാക്കണം? മറ്റ് ഗ്രന്ഥങ്ങളെക്കാളും എളുപ്പത്തിൽ അനായാസേന നമുക്ക് ഓരോരുത്തർക്കും വൈകുണ്ഠപ്രാപ്തിക്ക് സായുജ്യത്തിന് ഭഗവാനിൽ ചേരാൻ എളുപ്പമായിട്ടുള്ള ഒരു ഗ്രന്ഥം ശ്രീമദ് ഭാഗവതമാണ്. ഭാഗവതത്തെ മാതിരി ഇത്രയും എളുപ്പത്തിൽ 7 ദിവസം കൊണ്ട് നമുക്ക് സായുജ്യം തരാൻ പറ്റിയൊരു ഗ്രന്ഥം ലോകത്തിലില്ല എന്ന് അന്ന് അവർക്കൊക്കെ ബോധ്യമായി. അന്ന് മുതൽ അവരൊക്കെ ഈ ഭാഗവതത്തെ എങ്ങനെയാണ് അത്രേ കണക്കാക്കിയത്? മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം കലവും. ഈ കലികാലത്ത് പ്രത്യേകിച്ചും ഭഗവാന്റെ പ്രത്യക്ഷ രൂപമായിട്ടാണ് ഭാഗവതം മഹർഷിമാരും മഹാത്മാക്കളൊക്കെ കാണുന്നത്. മറ്റൊരു കാരണം ഉണ്ടായിരുന്നു അതിന്. ഭഗവാൻ അവതാരങ്ങൾ പറഞ്ഞു കൊടുക്കില്ലേ, അത് ഏറ്റവും ഉത്തമമായ ശക്തമായ പരിപൂർണതമമായ അവതാരമായിരുന്നു കൃഷ്ണാവതാരം. ഭഗവാൻ കൃഷ്ണാവതാരത്തിൽ 125-ലേറെ വർഷമാണ് നമ്മളെ മാതിരി ഒരു മനുഷ്യനെ പോലെ ഈ ലോകത്തില് നമുക്കൊക്കെ അനുഗ്രഹം ചെയ്ത് ധർമ്മം നിലനിർത്തിക്കൊണ്ട്, ധർമ്മം ഉപദേശിച്ചുകൊണ്ടും സ്വയം അനുഷ്ഠിച്ചും ആചരിച്ചും ഗീതോപദേശങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചും കഴിഞ്ഞത്. ആ ഭഗവാൻ ഈ ലോകത്തുനിന്ന് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറെടുക്കുക. ഇത് അറിഞ്ഞു ഭക്തനായ ഉദ്ധവസ്വാമി. ഉദ്ധവന് അത് കേട്ടപ്പോ ഭഗവാന്റെ വിയോഗം സങ്കടം തോന്നി. ഭഗവാനെ, അങ്ങ് ഇവിടുന്ന് പോകരുതേ, അങ്ങ് പോയപ്പോ ജനങ്ങൾക്ക് ധ്യാനിക്കാൻ എന്ത് രൂപമുണ്ടോ, പൂജിക്കാൻ എന്താ ഉള്ളത്, എന്താണ് ആശ്രയം ആ ഭക്തന്മാർക്ക്? അതുകൊണ്ട് ഭഗവാനെ അവിടുന്ന് പോകരുതേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. അപ്പോ ഭഗവാൻ പറഞ്ഞു, വിചാരിച്ചു പറയാം, ഉദ്ധവൻ പറഞ്ഞ കാര്യമാണ്. ജനങ്ങൾക്ക് കൃഷ്ണന്റെ രൂപം ധ്യാനിക്കാനും പൂജിക്കാനും എളുപ്പമാണ് അല്ലേ, അരൂപമായ ഭഗവാനെ ചിന്തിക്കാൻ എളുപ്പമല്ല. മാത്രമല്ല സജ്ജനങ്ങൾക്കും ഭൂമിക്കും ഒക്കെ ആശ്രയമായിട്ടാണ് ഇപ്പൊ ഭഗവാൻ അവതരിച്ചത്. ഭഗവാൻ വന്നതുകൊണ്ടാണ് അധർമ്മികളും അധർമ്മത്തിൽ ഇല്ലാണ്ടായത്. അങ്ങനെയുള്ള ഭഗവാന്റെ വിയോഗം ഭക്തന്മാരെ എങ്ങനെ സഹിക്കും? അതുകൊണ്ട് ഭഗവാൻ ഭക്തന്മാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് അവതാരം തന്നെ നടത്തുന്നത്. ഭക്തന്മാർക്കെല്ലാം മുക്തി കൊടുക്കും നാഥാദയ. ഭക്തന്മാർക്കൊക്കെ മുക്തി കൊടുക്കാനല്ലേ ഭഗവാന്റെ വരവ് തന്നെ. അങ്ങനെ ഭക്തന്മാർക്ക് ആശ്രയമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചപ്പോ ഭഗവാൻ ആലോചിച്ചു, അത്രേ ഉദ്ധവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോ ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞു, ഞാൻ ഈ കൃഷ്ണരൂപത്തെ മാത്രമേ തൽക്കാലത്തേക്ക് മറയ്ക്കുന്നുള്ളൂ, കാരണം ഇതെടുത്തതിന്റെ ആവശ്യം കഴിഞ്ഞു. പക്ഷേ ഏതൊരു പരമാത്മ ചൈതന്യമാണോ ഈ കൃഷ്ണരൂപത്തിൽ ഇവിടെ അവതാരമെടുത്ത് ലീലകൾ ആടിയത്, ആ ദിവ്യമായ തേജസ്സിനെ, ചൈതന്യത്തിനെ ഞാൻ ഭാഗവതത്തിൽ വിലയിപ്പിക്കാം. അങ്ങനെ കലികാലത്തില് കൃഷ്ണാവതാരം കഴിഞ്ഞ ഉടനാണല്ലോ കലികാലം ആരംഭിച്ചത്. ഭഗവാൻ പോയ അന്ന് കലി ആരംഭിച്ചു. ആ കലികാലത്ത് നമ്മെ അനുഗ്രഹിക്കാൻ ഭഗവാൻ മറ്റൊരു രൂപത്തിൽ അവതരിച്ചതാണ് ഭാഗവതം. മനസ്സിലായോ? തിരോധായ പ്രവിഷ്ഠായ. ഭഗവാൻ തിരോധാനം ചെയ്തു കൃഷ്ണരൂപത്തെ. പിന്നെയോ ഈ ഭാഗവതത്തിൽ പ്രവേശിച്ച് ഭാഗവത രൂപേണ ഇന്ന് നമ്മയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അത് ഭാഗവതത്തിന് മാത്രമുള്ള മഹാത്മ്യ, മറ്റൊരു പുരാണങ്ങൾക്കും ഈ ഒരു മഹാത്മ്യമില്ല. ഭഗവാൻ സ്വയം ഞാൻ ഈ ഭാഗവതത്തിൽ പോയി ഇരിക്കുകയാണ്, ഭാഗവത രൂപേണ ലോകത്തെ ഞാൻ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ആ ഭാഗവതം വായിക്കുന്നവരെയും കേൾക്കുന്നവരെയും, ആ കഥകൾ കേൾക്കുന്നവരെയും പറയുന്നവരെയും കൊണ്ടാടുന്നവരെയും നടത്തുന്നവരെയും എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. ഇത് ഭാഗവതത്തിന് മാത്രമല്ല
ഒരു വിശേഷ അനുഗ്രഹമാണ്. അതുകൊണ്ട് തേനേയും വാമയീ മൂർത്തി, ഈ ഭാഗവതം നമ്മൾ വാക്കുകൊണ്ട് വായിക്കുമ്പോൾ വാസ്തവത്തിൽ ഭഗവാനെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. മനസ്സിലായോ? ആ ഭഗവത് ചൈതന്യമാണ് നമ്മൾ വളരുന്നത്, നമ്മളെ അനുഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ശിവഭാഗവതം പ്രത്യക്ഷ വർത്തതേ ഹരേ, ഭഗവാൻ ശ്രീഹരിയുടെ മഹാവിഷ്ണുവിന്റെ പ്രത്യക്ഷ രൂപമാണ് ഭാഗവതം. അതുകൊണ്ട് എന്താ പ്രാർത്ഥന? രാവിലെ നമ്മൾ സമൂഹ പ്രാർത്ഥനയും ശ്രീമദ്ഭാഗവതാഭ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി. ഈ ശ്രീമദ്ഭാഗവതം എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകമല്ല. പുസ്തകം ഇപ്പൊ നമുക്ക് ഒരു 300 രൂപയൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷെ 300 രൂപയല്ല ഇതിന്റെ വില. മനസ്സിലായോ? ഭഗവാനെ നമുക്ക് കിട്ടുന്നത് ഭഗവാൻ ഭാഗവതം കൊണ്ട് തന്നെ അല്ലേ? അല്ലേ? ജീവിതത്തിൽ സന്തോഷം സമാധാനം ഉണ്ടാവണ വഴിയൊക്കെ പറഞ്ഞില്ലേ ഭാഗവതം? അങ്ങനെയുള്ള ഭാഗവതം ഭഗവാൻ തന്നെ, ഭഗവാന്റെ പ്രത്യക്ഷ രൂപം. മനസ്സിലായോ? കൃഷ്ണനെ ഇപ്പൊ നമുക്ക് തപസ് ചെയ്ത് കാണണമെങ്കിൽ കഷ്ടപ്പാടുണ്ടല്ലേ? അത്രയ്ക്ക് നമുക്ക് തപസ്സൊക്കെ ചെയ്യണം. പക്ഷെ അതിൽ കൂടാതെ കൃഷ്ണനെ കാണാനും തൊടാനും സ്പർശിക്കാനും അനുഭവിക്കാനും പറ്റുന്ന ആ രൂപത്തിൽ ഭാഗവത രൂപത്തിൽ ഭഗവാൻ നമുക്ക് അടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗവതം കഴിയുക എല്ലാവരും വാങ്ങുക, എല്ലാവരെയും വീട്ടിൽ ഭാഗവതം ഉണ്ടാവും. മനസ്സിലായോ? പിന്നെയോ ഇങ്ങനെയുള്ള വായനയിൽ വരുമ്പോൾ ഈ പുസ്തകം കൊണ്ട് നമുക്കത് വായിക്കാനൊരു സാമാന്യ ഐഡിയ പരിചയം കിട്ടും. വീട്ടിൽ വെച്ച് വായിക്കാം. മനസ്സിലായോ? ആ ഭാഗവതം എവിടെയുള്ള വായിക്കുമോ അവിടെ തീർത്ഥസ്ഥലം എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ രാജസൂയം അശ്വമേധം മുതലായ യാഗങ്ങൾ നടത്തിയാൽ കിട്ടണേക്കാളും പുണ്യാണത്രേ ഭാഗവതം. ഒരു വീട്ടിൽ വെച്ചോ, ഒരു അമ്പലത്തിൽ വെച്ചോ, ഒരു ആശ്രമത്തിൽ വെച്ചോ പതിവായി വായിച്ചു കൊണ്ടിരിച്ചാൽ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ കൂടി വായിക്കുക മാത്രം ചെയ്താൽ മതി. അതെന്താ? ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമാണ്. അതൊക്കെ നേരത്തെ എല്ലാ അശ്ലീലങ്ങളില്ലാണ്ടാവും, അഹങ്കളങ്ങളില്ലാണ്ടാവും, ദുഃഖങ്ങളില്ലാണ്ടാവും, ദുരിതങ്ങളില്ലാണ്ടാവും. അവിടുത്തെ ചേട്ടാപതിയൊക്കെ പോയിട്ട് മഹാലക്ഷ്മി വിളയാടും. ഭഗവാനിന്റെ അടുത്ത് ലക്ഷ്മി ഉണ്ടാവില്ലേ? ആ കുടുംബത്തിലെ എല്ലാ നെഗറ്റീവ് എനർജിയും പോണെങ്കിൽ എന്താ വേണ്ടത്? ഭാഗവത ഒരു കണക്ക് വെച്ച് ഭാഗവതം വായിച്ചു ദിവസം വായിക്കും. മനസ്സിലായോ? ഇതാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സാക്ഷാൽ ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമായ ഈ ശ്രീമദ് ഭാഗവതെ ആരാണോ കേൾക്കുന്നത്, ആരാണോ പഠിക്കുന്നത്, ആരാണോ ദർശിക്കുന്നത്, കാണുന്നത്, ആരാണോ ഇതിനെ കൊണ്ടാടുന്നത്, അവർക്കിടെ സകല ദുരിതങ്ങളും പാപങ്ങളും കഷ്ടപ്പാടുകളും ഈ ഭാഗവത ശ്രവണ കീർത്തനം ഒന്നുകൊണ്ട് തന്നെ ഇല്ലാണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കാൻ എന്താ കാരണം അറിയോ? പാപത്തിന്റെ ഫലമാണ് ദുഃഖം, പുണ്യത്തിന്റെ ഫലമാണ് സുഖം. അപ്പോ ദുഃഖമില്ലാണ്ടാവണേ, പാപമില്ലാണ്ടാവണ്ടേ? ശ്രീമദ് ഭാഗവതം പാപനാശിനി എന്നാണ് പറഞ്ഞത്. സർവപാപത്തെ ഇല്ലാണ്ടാക്കി കിട്ടുന്നു. അതിനെ പറ്റി വിശേഷപ്പെട്ടാണ് ആ ഭാഗവതം സപ്താഹശ്രവണം തേന. സപ്താഹമായിട്ട് കേട്ടാൽ, 7 ദിവസം കൊണ്ട് കേട്ടാൽ അതിനെ സർവേഭ്യോ കരിതം ഫലം കൃതം. ഇതിനേക്കാളും ഫലമാണ്. മറ്റ് എല്ലാ സാധനങ്ങളെക്കാളും പ്രധാനമായ കരികാലത്തിന്റെ സാധനമാണ് ധർമാചരണം. എന്താ വെച്ചാൽ സപ്താഹം നടത്തലും സപ്താഹമായി ഭാഗവതം വായിച്ച് കേൾക്കലുമാണ്. അത്ര മനസ്സിലായോ? നമുക്ക് കഴിയുക നമുക്ക് വായിക്കാം, അല്ലെങ്കിൽ വായിക്കുന്നത് കേൾക്കാം. അങ്ങനെയുള്ള ഭാഗവതം കേട്ടാൽ എന്തൊക്കെ ഗുണമുണ്ടാവും? ദുഃഖമില്ലാണ്ടാവും, ദാരിദ്ര്യമില്ലാണ്ടാവും, കട്ടപ്പാടില്ലാണ്ടാവും, പാപം ചെയ്യാണ്ടായിത്തീരും, കാമക്രോധങ്ങളെ ജയിക്കാൻ പറ്റും. മനസ്സിലായോ? ഭഗവാനെ മായ ജയിക്കാൻ കഴിയും, ഈശ്വര ഭക്തി ഉണ്ടായിത്തീരും, ജീവിത ധന്യത ഉണ്ടായിത്തീരും, ജീവിത ശാശ്വതമായ സന്തോഷം സമാധാനമൊക്കെ ഉണ്ടായിത്തീരും. ഇങ്ങനെ അനേകം മഹാത്മ്യം ഈ ശ്രീമദ് ഭാഗവതത്തിനുണ്ട് എന്ന് പറയാം. അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതം മറ്റുള്ള എല്ലാ ധർമ്മങ്ങളെക്കാളും അത്യധികം മഹിമയേറിയതാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് ഈ ശ്രീമദ് ഭാഗവതത്തിന്റെ മഹിമ വേറൊരു രീതിയിൽ പറഞ്ഞു. ഈ കലികാലം ആരംഭിച്ച സമയത്ത് ശ്രീനാരദ മഹർഷി ഭൂമിയിലേക്ക് വന്നത്. എന്തിനാ ഭൂമിയിൽ വന്നത്? ഭൂമിയിൽ ഭഗവാൻ അവതാരം എടുത്ത് ധർമ്മത്തെ സ്ഥാപിച്ചിട്ട് പോയില്ലോ. ജനങ്ങളൊക്കെ അവസ്ഥയൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ്. ഭഗവാൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് എന്തായി? ജനങ്ങള് അധർമ്മികളോട് തൊട്ടുകെട്ടുകൊണ്ട് അധർമ്മം പ്രാർത്ഥിക്കാൻ തുടങ്ങി. പുഷ്കരം, പ്രയാഗം, കാശി, ഗോദാവരി, ഹരിക്ഷേത്രം, കുരുക്ഷേത്രം, ശ്രീരംഗം, അതുപോലെ രാമേശ്വരം, ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളിലൊക്കെ പോയി. അവിടെയൊക്കെ പോയപ്പോ കാണുന്ന അന്യായങ്ങളും അതിക്രമങ്ങളും കണ്ട് അദ്ദേഹം മനസ്സിൽ വളരെ കഷ്ടം തോന്നിയത്. അവസാനം സത്യമോ തപസ്സോ ശുചിത്വമോ അതൊന്നും ഇല്ല. ജനങ്ങളൊക്കെ വൈദ്യുതിന് വേണ്ടി എന്ത് ചെയ്യുക? കളവും ചതിയും വഞ്ചനയും, പണമാണ് ഏറ്റവും വലുത്, പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ല. എന്ത് മിത്രമെന്നോ സ്നേഹിതന്മാരെന്നുള്ളത് നോക്കാതെ എല്ലാ തരത്തിലുള്ള അതിക്രമങ്ങളും ആൾക്കാർക്ക് ചെയ്യാൻ മടിയില്ലാണ്ടായി. ഇങ്ങനെയൊക്കെയായി കഷ്ടമായി തോന്നി. പുണ്യസ്ഥല ക്ഷേത്രങ്ങളോ പുണ്യ ആശ്രമങ്ങളോ ഒക്കെ ദർശിച്ചിട്ടും യഥാർത്ഥ ഭക്തനെയോ ജ്ഞാനിയോ യോഗിയോ ഒന്നും കാണാനൊക്കെ സാധിച്ചില്ല. അപ്പോഴാണ് അദ്ദേഹം ഭഗവാന്റെ അവതാര ലീലകൾ, പുണ്യലീലകൾ നടന്ന പുണ്യസ്ഥലങ്ങളിലെ വൃന്ദാവന ഭൂമി ഉണ്ണിക്കൃഷ്ണൻ 12 വർഷം അത്ഭുത ലീലകൾ ചെയ്തതല്ലേ? പട്ട കളികൾ മുഴുവൻ വൃന്ദാവനത്തിലും ഗോകുലത്തിലല്ലേ? അവിടെ പോയത്. അവിടെ പോയപ്പോഴാണ് ഒരു ആശ്ചര്യം കണ്ടത്. എന്താ? 2 വൃദ്ധന്മാര് ബോധം കെട്ടി കിടക്കുന്നു. അതിൻ്റെ അടുത്ത് ഒരു സുന്ദരിയായ ചെറുപ്പക്കാരത്തി
ഇരുന്ന് കരയുന്നു. ആ ഉറങ്ങിക്കിടക്കുന്ന വയസ്സന്മാരെ ഉണർത്താൻ കുലുക്കി നോക്കുന്നുണ്ട്, അവരുണരുന്നില്ല. വേറൊരു സുന്ദരി ഈ ദേവിയെ ശുശ്രൂഷിക്കുന്നുണ്ട്, കുറേ സുന്ദരിമാരെ ഈ ദേവിയെ ശുശ്രൂഷിക്കുന്നുണ്ട്. നാരദനായത് പോയപ്പോ നാരദനെ അടുത്ത് മഹർഷേ ഭോഭോ സാധോ ക്ഷണം തിഷ്ഠ മാ ചിന്താവിനാശയ. മഹാത്മാവേ, അങ്ങൊരു മഹാത്മാവാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അങ്ങയിലെ പോയപ്പോ അങ്ങയുടെ മേലിലൊക്കെ കാറ്റ് എന്റെ മേൽ വന്നപ്പോഴേക്ക് എന്റെ മനസ്സിൽ കുളിർമ, എന്റെ മനസ്സിന് സമാധാനം, ശാന്തി ഉണ്ടായി. അതുകൊണ്ട് ഇന്നിവിടെ വരൂ, ഞങ്ങൾക്ക് ആശ്വാസം ഉണ്ടാക്കി തരൂ, എന്റെ ഉണ്ണികൾക്ക് ശ്രേയസ് ഉണ്ടാക്കി തരൂ എന്നൊക്കെ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് നാരദ മഹർഷി തിരിച്ചു വന്നിട്ട് ചോദിച്ചു, ആരാ കുട്ടി മനസ്സിലായില്ലയോ, എന്തിനാ നീ കരയണത്, ഈ ഉറങ്ങണവരാരാണ്, എന്നെ ശുശ്രൂഷിക്കണ ദേവിമാരാരാണ് എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ആ ദേവി തന്നെ പരിചയപ്പെടുത്തി, ഞാനാണ് ഭക്തിയുടെ റാണി. ഭക്തിദേവിയാണ്, മനസ്സിലായോ? ഭൂമിയിലേക്ക് ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വൈകുണ്ഠത്തിന് ഭഗവാൻ അയച്ചതാണ്. അയക്കുമ്പോ എങ്ങനെ വന്നു? മുക്തിയെ ദാസിയാക്കിയ പറഞ്ഞത്. എന്താ ഭക്തിയിലൊക്കെ പിന്നെ മുക്തിക്ക് പരിശ്രമിക്കേണ്ട, മുക്തി ദാസിയെ പോലെ പിന്നാലെ വന്ന് ചെയ്യിക്കും. പിന്നെയോ ഈശ്വര ജ്ഞാനം, വിഷയങ്ങളിൽ ആസക്തി ഇല്ലായ്മ, അതാണ് ജ്ഞാന വൈരാഗ്യം. രണ്ട് മക്കളായിട്ട് പറഞ്ഞത്. അങ്ങനെ ഒരു 4 പേരും കൂടി ലോകത്തിൽ ഭക്തന്മാരെ അനുഗ്രഹിച്ചുകൊണ്ട് സഞ്ചരിച്ചു പുറക്കാലം. ഭക്തി പറയാണ്, എന്റെ ജന്മം തമിഴ്നാട്ടിലായിരുന്നു, എന്റെ വളർച്ച മഹാരാഷ്ട്രത്തിലും കർണാടകത്തിലും ഒക്കെ ആയിരുന്നു. ഗുജറാത്തിൽ വന്നപ്പോഴാണത്രേ ഞങ്ങൾക്ക് കഷ്ടകാലം ആരംഭിച്ചത്, ശനിദശ ആരംഭിച്ചത്. ഞങ്ങള് 3 പേരും കലികാലത്തില് മോക്ഷത്തിൽ ആൾക്കാർക്ക് താല്പര്യമില്ലായതുകൊണ്ട് ദാസിയായ മുക്തി വൈകുണ്ഠത്തിലേക്ക് മടങ്ങിപ്പോയതാണ്. ഞങ്ങൾ വിളിക്കുമ്പോൾ വരാൻ പറഞ്ഞത്. ഗുജറാത്തിൽ എന്തായി? 3 പേർക്കും വാർദ്ധക്യം ബാധിച്ചു, ജരാനകൾ ബാധിച്ചു, നടക്കാൻ പോലും കഴിയില്ലാനായിട്ട്. അങ്ങനെ ഒരു 3 പേരും ഒരു വിധത്തില് കഷ്ടപ്പെട്ട് എങ്ങനെയോ ഈ വൃന്ദാവനത്തിൽ എത്തിയപ്പോൾ ഒരു അത്ഭുതം ഉണ്ടായി. ഭക്തിദേവിയുടെ വാർദ്ധക്യം പോയി, ജരാനകൾ പോയി, യൗവനം തിരിച്ചു കിട്ടി, കഷ്ടം തീർന്നു. പക്ഷേ ഈ മക്കളുടെ കഷ്ടം ഇപ്പോഴും തീർന്നിട്ടില്ല. അവരുടെ വാർദ്ധക്യവും പോയിട്ടില്ല, ജരാനകളും പോയിട്ടില്ല. അവര് അങ്ങനെ കിടന്ന് ഉറങ്ങുക. ഇങ്ങനെയാ ഒരു അമ്മയ്ക്ക് എന്റെ മക്കൾ ഇങ്ങനെ മത്സരായി ബോധം കെട്ട് കിടക്കുമ്പോൾ സമാധാനം ഉണ്ടാവുക. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടി ഒന്നിച്ച് സഞ്ചരിച്ചവരാണ്, യവനയുക്തരായിട്ട് ലോകം തമ്മിൽ അനുഗ്രഹിച്ചുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്കും ആ പഴയ അവസ്ഥ ഉണ്ടാവാൻ അങ്ങ് അനുഗ്രഹിക്കണം എന്ന് തോന്നി. അപ്പൊ കാര്യം തോന്നി ആ ഭക്തി ദേവിയോട് നാരദ മഹർഷിക്ക്. നാരദ മഹർഷി ആ കുട്ടികളെ ഉണർത്താൻ വേണ്ടി പലതും ചെയ്തു നോക്കി. ഞാനെ ഉണരൂ, വൈരാഗ്യനെ ഉണരൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഉണരുവരെ ഇല്ല. അതിന് ഗീതാശ്ലോകങ്ങളും ഉപനിഷത്ത് മന്ത്രങ്ങളൊക്കെ അവരുടെ ചെവിയിൽ പറഞ്ഞു കൊടുത്തു. അതൊക്കെ കേൾപ്പിച്ചു. എന്നാ സാധാരണ അവർ ഉണർന്നില്ല. വീണ്ടും തിരിഞ്ഞു കിടന്ന് അർത്ഥം അത് പറഞ്ഞു. ഈ വൃന്ദാവനത്തിൽ ഭക്തിയുടെ മഹിമ ഇന്നുണ്ട്. ഇന്നും വൃന്ദാവനത്തിലുള്ളവർക്ക് പരിശുദ്ധമായ പ്രേമുണ്ട് ഈശ്വരനോട്. ആ ഭക്തിയുടെ മാഹാത്മ്യം കൊണ്ടാണ് ഇവർ സുഖമായിട്ട് സമാധാനമായിട്ട് ഉറങ്ങുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഉറക്കം പോലില്ല. ചിലർക്കപ്പം കിടന്ന ഉറക്കമില്ല അല്ലേ? ബുദ്ധിമുട്ടല്ലേ? സുഖമായി ഉറങ്ങിയാൽ തന്നെ നമ്മൾ ക്ഷീണം മാറും. പക്ഷേ ഇവർക്ക് ഉറങ്ങാൻ വരെ ഇതുവരെ സാധിച്ചിരുന്നില്ല. മറ്റെവിടെയും വൃന്ദാവനത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് ഇവരിപ്പോ സുഖമായിട്ട് സമാധാനമായിട്ട് ഉറങ്ങേണ്ടത്. പേടിക്കേണ്ട ആവശ്യമില്ല. ഇവരെ ഉണർത്താൻ വേണ്ടി ശ്രമിക്കാം. ഇതൊന്നും ഉണർന്നില്ല എന്നുള്ള സമയത്ത് നാരദ മഹർഷി ഭഗവാനോട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഒരു ആശ്ചര്യം ഉണ്ടായി. പക്ഷേ സങ്കടപ്പെടേണ്ട, അങ്ങയുടെ പരിശ്രമം സഫലാവും. ഭക്തന്റെ ആ ഭക്തിയുടെ പ്രചാരണമല്ലേ നാരദ മഹർഷി. എല്ലാ മനസ്സിലും എല്ലാ ഹൃദയത്തിലും എല്ലാ മനുഷ്യരിലും ഈശ്വരഭക്തി ഉണ്ടായി കാണണം എന്ന് മോഹിക്കുന്ന ഒരു മഹർഷിയാണ് നാരദ മഹർഷി. അതിനുവേണ്ടി നാരദ ഭക്തിസൂത്രമൊക്കെ എഴുതി ഭക്തിയൊക്കെ പ്രചരിപ്പിച്ച ആളാണ്. അതുകൊണ്ട് അങ്ങയുടെ പരിശ്രമം തീർച്ചയായിട്ടും സഫലാവും. പക്ഷെ അതിന് ഇതല്ല വേണ്ടത്, ഒരു സത്കർമ്മം ചെയ്യാണ് വേണ്ടത്. ആ സത്കർമ്മം എന്താണെന്ന് സജ്ജനങ്ങൾക്ക് അങ്ങേക്ക് പറഞ്ഞു തരും എന്ന് പറഞ്ഞു. പക്ഷേ ഭഗവാന്റെ വാക്കാണല്ലോ. അതിനെ വിശ്വസിച്ചുകൊണ്ട് നാരദര് ഭക്തി ദേവി അവിടെ എത്തിക്കൊണ്ട്, ഞാൻ മറ്റു അതിനേക്കാളും അറിവുള്ള മഹർഷിമാരെടുത്ത് പോയിട്ട് ചോദിക്കട്ടെ, ആരാണ്, എന്താണ് ആ സത്കർമ്മം? എന്തായാലും വിരോധമില്ല, ആ സത്കർമ്മം ഞാൻ എത്തിക്കും. നിന്റെ മക്കളെ വീണ്ടും യവനയുക്തരാക്കി എല്ലാവരെയും അനുഗ്രഹിക്കാൻ തയ്യാറാക്കാം എന്ന് പറഞ്ഞ് നാരദ മഹർഷി ഒക്കെ പുറപ്പെട്ടു. പല ആശ്രമങ്ങളിലും മഹർഷിമാരെ കാണാൻ പോയി. പക്ഷേ ആർക്കും ഈ സംശയം തീർത്തുടക്കാൻ പറ്റിയില്ല. ഏത് സത്കർമ്മം ചെയ്യുന്നതുകൊണ്ട് ഭക്തി ഉണ്ടാവും, ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടാവും ഈശ്വരനില്. ഇതാണ് പറഞ്ഞത്. അതേത് മാർഗ, അതേത് പുണ്യ, അതേത് സത്കർമ്മാന്ന് ആർക്കും തീർത്തു പറയാൻ പറ്റിയില്ല. ചില ആൾക്കാർ അറിയില്ല എന്ന് പറയാൻ പഠിച്ച് മൗനം കടിച്ചിരുന്നു. ചില ആൾക്കാർ അവിടെ നിന്ന് സ്ഥലം വിട്ടു. ചില ആൾക്കാർ തുറന്ന് സമ്മതിച്ചു. നാരദർക്ക് അറിയാത്ത സംശയം നമുക്ക് എങ്ങനെ അറിയും? അവസാനം നാരദര് തന്റെ പ്രതിജ്ഞ, ഓരോ മനുഷ്യ മനസ്സിലും ഭക്തിയെ ഞാൻ പ്രതിഷ്ഠിക്കും. ഭക്തി വളർന്നാൽ ഈശ്വരൻ ഞാനുണ്ടാവും, എല്ലാം ഈശ്വരൻ അനുഭവം ഉണ്ടാവും. പിന്നെയോ നശ്വരമായ വസ്തുക്കളോടുള്ള ആസക്തി ഇല്ലാണ്ടാവും. ശാശ്വതമായ ശാന്തിയും സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാവും.
ഇതാണല്ലോ നമ്മളൊക്കെ അന്വേഷിക്കുന്നത്. അതിന് ഭക്തി ചെയ്യാൻ ഓരോ ഹൃദയത്തിലും പ്രതിഷ്ഠിക്കുന്ന പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം നേരെ ഹിമാലയത്തിൽ തപസ് ചെയ്യാൻ പോയിരുന്നത്. ബദരീനാഥിൽ പോയി മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ഭഗവാനോട് തന്നെ ചോദിക്കും ആ സത്കർമ്മം ഏതാണ്, എന്നിട്ടോ അത് അനുഷ്ഠിക്കും. അങ്ങനെ നമുക്കൊക്കെ ഭക്തി ഉണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞ നാരദനെ അങ്ങനെ ബദരീനാഥിൽ തന്നെ തപസ് ചെയ്യാൻ പോയപ്പോഴാണ് നേരത്തെ തന്നെ സത്സംഗത്തിന് വേണ്ടി വന്നിരിക്കുന്ന നാരദന് മുമ്പ് അവതരിച്ചതായ സനകൻ, സനന്ദൻ, സനാതനൻ, സൽകുമാരൻ 4 പേരുണ്ട്, സനകാദി മഹർഷിമാര്. ആ മഹർഷിമാരെ കണ്ടു, വേഗം അവരെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. നാരദന്റെ മുഖമൊക്കെ വാടിയിരിക്കണോ അവര് ചോദിച്ചു, എന്താ മഹർഷേ അങ്ങയുടെ മുഖമൊക്കെ വല്ലാണ്ട് വാടിയിരിക്കണമല്ലോ, അങ്ങക്ക് ഒന്നും നഷ്ടപ്പെടണമുണ്ടോ, ഒന്നും കിട്ടാത്തതുകൊണ്ട് ദുഃഖം ഉണ്ടാകുന്നില്ലല്ലോ, അങ്ങയുടെ മനസ്സെപ്പോഴും ആനന്ദസ്വരൂപനായ ഭഗവാനിലല്ലേ, എപ്പോഴും സന്തോഷവും ആനന്ദവുമായി ഇരുന്നുകൊണ്ട് മറ്റുള്ളവർക്ക് അതിന്റെ രഹസ്യം പറഞ്ഞു കൊടുക്കുന്ന ആളല്ലേ അങ്ങ്, എന്താണ് അങ്ങയുടെ വിഷാദത്തിനും ഈ മുഖം വാടാനും കാരണം എന്ന് ചോദിച്ചു. അപ്പൊ നാരദ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു. മഹാത്മാക്കൾക്ക് സ്വന്തം നിലയ്ക്ക് ദുഃഖമില്ല, പക്ഷേ അവർക്ക് എല്ലാവരുടെയും മറ്റുള്ളവരെയൊക്കെ ദുഃഖം കാണുമ്പോൾ അവർക്ക് ദുഃഖം പേർക്കും. അവർക്ക് അവരും മറ്റുള്ളവർ വേറെയല്ല, എല്ലാവരെയും ഒരേപോലെ കാണുന്നവരാണ്. അതുകൊണ്ട് ആ ദുഃഖം ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഭക്തിദേവിയുടെ കട്ടം തീർക്കാൻ അവരെ മക്കളുടെ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താനൊക്കെ ഞാൻ പരിശ്രമിച്ചു, പക്ഷെ അത് സഫലമില്ല, വേണ്ട പോലെ ആയില്ല. ഒരു അശരീരിയുടെ ഭഗവാൻ സത്കർമ്മം ചെയ്യുമെന്ന് പറഞ്ഞു, പക്ഷെ സത്കർമ്മം ഏതാണ് എനിക്കറിയില്ല, അത് ചോദിച്ചിട്ട് ആർക്കും പറഞ്ഞു തരാനും പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഭഗവാനെ തപസ് ചെയ്തു ആ സത്കർമ്മം ഏതെന്ന് അറിഞ്ഞനുസരിച്ച് ഓരോ മനുഷ്യ മനസ്സിലും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നിങ്ങനെ ആ മഹർഷിമാരോട് പറഞ്ഞു സനകാദികളുണ്ട്. അപ്പൊ സനകാദികൾ നാരദ മഹർഷി അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങൊട്ടും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല, അതിനുള്ള മാർഗം നേരത്തെ തന്നെ മഹർഷിമാര് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഉപദേശിക്കാനുള്ള ഉദാഹരണമാരെ പുണ്യം കൊണ്ടേ നമുക്ക് കണ്ടുകിട്ടുള്ളൂ. ഏതായാലും ഞങ്ങൾ പരിഭ്രമിക്കേണ്ട, ആ പറഞ്ഞത് വേറൊന്നുമല്ല, വേദവ്യാസ മഹർഷി എഴുതിയതും ശുഭമഹർഷി പരീക്ഷത്തിനെ പഠിപ്പിച്ചതും ലോകത്തിന് പ്രദേശിച്ചതുമായ ശ്രീമദ് ഭാഗവതമാണ് ആ പുണ്യഗ്രന്ഥം. അതിനെ 7 ദിവസം കൊണ്ട് പാരായണം ചെയ്യും, അതിന്റെ അർത്ഥം ജനങ്ങൾക്ക് കേൾപ്പിക്കുകയും ചെയ്യാം. ഈ ശ്രീമദ് ഭാഗവതം കൊണ്ട് സപ്താഹ യജ്ഞം നടത്തുക, അതാണ് ഈ പറഞ്ഞ പുണ്യകർമ്മം സത്കർമ്മം. മനസ്സിലായോ? ഇതുപോലും സത്കർമ്മം കഴിയാറില്ല, മനസ്സിലായോ? ഇത് നാടിനും നാട്ടാർക്കും ഒക്കെ ഭക്തി ഉണ്ടാവാൻ, ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടാവാൻ, അവർക്ക് ജീവിതത്തിൽ ധന്യത പറ്റാൻ പറ്റിയ മഹാഗ്രന്ഥമാണ്. ഇതിനേക്കാൾ വലിയ സത്കർമ്മമില്ല. അവിടെ ഈ സത്കർമ്മമാണ് ചെയ്യേണ്ടത്. അതിനാണ് ശരീരയുടെ ഭഗവാൻ ഓർമ്മിപ്പിച്ചത്. അപ്പൊ സന്തോഷമായി നാരദന്. എങ്കിൽ ഇത് ആരാണ് നടത്തി തരിക? ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നവർ നിങ്ങളല്ലേ. അതുകൊണ്ട് നിങ്ങൾ തന്നെ എന്റെ കൂടെ വന്ന് ആ ഭാഗവതം വേണ്ട പോലെ നടത്തി തരണം സപ്താഹമായിട്ട്. ആ സപ്താഹ പിടി പോലും സനകാദി മഹർഷിമാരാണ് ഉണ്ടാക്കിയത്. ഇപ്പൊ അവിടുന്ന് ഇപ്പൊ ഹിമാലയത്തിൽ ബദരീനാഥിലെ ഈ സംഭവം ഉണ്ടായത്. അപ്പൊ അവർ പറഞ്ഞു അവിടെ തണുപ്പൊക്കെ ആയിട്ട് അധികം ആൾക്കാർക്കൊന്നും ഒന്നും കേൾക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് സമതലത്തിലേക്ക് വരാം, ഹരിദ്വാറിലേക്ക് വരാം, എന്നിട്ട് അവിടെ ഗംഗാതീരത്ത് വെച്ച് നമുക്ക് ഭാഗവതം ഒക്കെ നടത്താം. അങ്ങനെ നാരദൻ സനകാദി മഹർഷിമാരെയും കൂട്ടി ഈ ഗംഗാതീരത്തേക്ക് വരിക ഹരിദ്വാറിൽ. അവിടെ വെച്ച് ഒരു ഭാഗവത യജ്ഞം നടത്താൻ പോകുന്നു കേട്ട് അറിയിച്ചു. പരസ്പരം അറിഞ്ഞറിഞ്ഞ് കൂട്ടമായിട്ട് ആൾക്കാർ ഒന്നും കൂടിയാണ് പറഞ്ഞത്. ഭാഗവത്തിന്റെ മഹിമ അറിയുന്നവരെങ്ങനെയെന്നല്ലോ, എവിടെയെങ്കിലും ഉണ്ടെന്ന് കേൾക്കുമ്പോഴേക്കും അവിടെ വിരിഞ്ഞാൽ തേനുണ്ണ വണ്ടികൾ ഓടിയെത്തുമ്പോഴൊക്കെ പറന്നു വരുന്നു. അതെവിടെയെങ്കിലും ക്ഷണിക്കേ വേണ്ട, പാലെത്തുമ്പോൾ. അങ്ങനെയുള്ളവരാണ് ആ മഹർഷിമാര്. അവരുടെ ശിഷ്യന്മാരോട് കൂടി വന്നു. നദികളുടെ ദേവതകൾ വന്നു, മനസ്സിലായോ? പുരാണങ്ങളുടെ ദേവതകൾ വന്നു, വേദങ്ങളുടെ ദേവതകൾ വന്നു, സകല ദേവതകളും അതുപോലെ ഋഷിമുനികളും അവരുടെ ശിഷ്യന്മാരോട് കൂടി ഈ ഭാഗവതം കേൾക്കാൻ ഗംഗാതീരത്ത് വന്ന് തടിച്ചുകൂടി. അത്രയും നടത്തൊരു സദസ്. ആ സദസ്സില് സനകാദി മഹർഷിമാരെ ഗുരുനാഥനായിട്ട് ആചാര്യ വർണ്ണം ചെയ്ത് ആ നാരദൻ മുഖ്യൻ കേൾക്കാനായിട്ട് ഇതിന്റെ ഒക്കെ കേൾക്കാൻ വേണ്ടി മുമ്പിൽ മറ്റുള്ളവരൊക്കെ പോയി. അത് ചോദിച്ചു, ഈ ശ്രീമദ് ഭാഗവതത്തിന്റെ മഹിമ എന്തൊക്കെയാ പറഞ്ഞു തരും, ഇതെങ്ങനെയാ നടത്തേണ്ടത്, എത്ര ദിവസം കൊണ്ടാ വായിക്കേണ്ടത്, അതിന്റെ പെട്ടാനുള്ള പ്രയോജനം എന്തൊക്കെയാണ്, ഇതെല്ലാം പറഞ്ഞു തരണേന്ന് അപ്പൊ പറഞ്ഞു. സദാസേവ്യ ശ്രീമദ് ഭാഗവതി കഥ. ഈ ഭാഗവതം എന്നും കേൾക്കുക, എന്നും വായിക്കുക, എന്നും പഠിച്ചുകൊണ്ടിരിക്കുക, ഇതാണ് അത്രേ വേണ്ടത്. ഇത്ര ദിവസം കൊണ്ട് വേഗം വായിച്ച് അവസാനിപ്പിക്കണം നിർത്തണമെന്നൊന്നുമില്ല. എന്നും പറ്റുമെങ്കിൽ വായിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നും എന്നുള്ളത് ജനങ്ങൾക്ക് പ്രായോഗികമല്ലാത്തത് കൊണ്ടാണ് 7 ദിവസം കൊണ്ട് ഒരു സപ്താഹം ഒരു പ്രാവശ്യം ആ ഭാഗവതം മുഴുവൻ വായിച്ച് അതിനെക്കുറിച്ച് കേൾക്കുക എന്നുള്ളൊരു പ്രായോഗികമായ സംവിധാനം സനകാദി മഹർഷിമാരുണ്ടാക്കിയതാണ്. അപ്പൊ കൊല്ലത്തിലൊരു സപ്താഹം കൂടെ ഉണ്ട്, അതൊക്കെ കേൾക്കൂല. ഒരു 17 ദിവസം മാറ്റിക്കൂടെ നമുക്ക്, അല്ലേ? എന്ത് തിരക്കുണ്ടെങ്കിൽ എന്താ ഇവിടുത്താലും കുഴപ്പമില്ല, അല്ലേ?
എല്ലാ തിരക്കും മാറ്റി ഒരാഴ്ച ഞാൻ ഈ ഭാഗവത സപ്താഹം കേൾക്കും, എന്തെല്ലാം ബുദ്ധിമുട്ടുന്നാലും അതൊന്നും കണക്കാക്കില്ല. മനസ്സിലായി? അങ്ങനെ ഒരു വ്രതനിഷ്ഠയോടെ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് നമ്മൾ ഭാഗവതം കേൾക്കാൻ. അങ്ങനെ നമ്മൾ തീരുമാനം പറ്റും അല്ലേ? എന്തിനൊക്കെ നമ്മൾ സമയം കാണണ്ടല്ലേ? അല്ലേ? ഇത് എടുക്കണല്ലേ? ടൂർ പോണെങ്കിൽ പോകില്ലേ? അല്ലേ? അസുഖം വന്നു വെച്ചാൽ കൈ ഒരാഴ്ച വെള്ളം കെട്ടി കിടക്കില്ലേ? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതൊന്നും ഇല്ലാണ്ട് ഈശ്വരന് ആരോഗ്യം തന്നേക്കൊണ്ട് നമുക്ക്. അപ്പൊ സ്വന്തം വിവേകം കൊണ്ട് ഒരാഴ്ച എല്ലാ തിരക്കും മാറ്റി. തിരക്കൊക്കെ തിരക്കൊഴിച്ചിട്ട് വെളുത്തേക്ക് കാശിക്ക് പോയില്ല എന്ന് പറയാം അല്ലേ? തിരക്കൊഴിച്ചിട്ട് നമുക്ക് ഭാഗവതം കേൾക്കാൻ പറ്റിണ്ടാവില്ല. എന്തെങ്കിലും ഒന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും കുടുംബത്തിൽ അല്ലേ? പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇനി ഇങ്ങനെ സപ്താഹം അത് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാന്റെ ആശ്രമത്തിൽ നമ്മുടെ ആശ്രമാണത്. മനസ്സിലായോ? ഇത് വേറെ തന്നെ നമ്മുടെ വീട്ടിൽ വരണമായില്ല. ഇതുമാതിരി അവസരം നമുക്ക് എവിടെ കിട്ടുക? ആ അവസരം നമ്മൾ കളയാൻ പാടില്ല. മനസ്സിലായോ? നമുക്ക് നമ്മുടെ വീട് പോലെ കയറി വരാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ സപ്താഹം ഞാൻ ഇനിയിപ്പോ അങ്ങനെ ഒരു സപ്താഹം വയ്ക്കാൻ പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് എല്ലാ തിരക്കും ഞാൻ മാറ്റി വയ്ക്കും ഒരാഴ്ചയ്ക്ക്. അത് ചെയ്യാലോ, വീട്ടിലെ കാര്യങ്ങള് ഇത് കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കേൾക്കും നാളെ മുതല് എന്ന് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെയാണ് പറഞ്ഞത്. മനസ്സിലായോ? അതുകൊണ്ട് 7 ദിവസമെങ്കിലും ഞങ്ങള് മറ്റെല്ലാത്തിനും തിരക്ക് മാറ്റിവെച്ച് ഭാഗവതം കേൾക്കണം. അത് പറഞ്ഞു. ഈ അനേകം യജ്ഞങ്ങളുണ്ടെങ്കിലും അതിലൊക്കെ വെച്ച് ഏറ്റവും പ്രധാനമായത് ഭാഗവത സപ്താഹം എന്ന ജ്ഞാനയജ്ഞം ചെയ്യലാണ്. അത് കേട്ടാൽ ഭക്തി ഉണ്ടാവും, ഞാനുണ്ടാവും, എല്ലാത്തിലും ഈശ്വരനാണെന്നുള്ള തിരിച്ചറിവുണ്ടാവും. മനസ്സിലായോ? നമ്മുടെ ദുഃഖങ്ങളില്ലാണ്ടായിത്തീരും. ഭക്തിയുടെ ജ്ഞാനവൈരാഗ്യത്തിന്റെ കട്ടങ്ങളില്ലാണ്ടായിത്തീരും. പ്രേമം എല്ലാവരുടെയും ഹൃദയത്തിലുണ്ടാകും. ഇതൊക്കെ പറഞ്ഞു. അവർ ചോദിച്ചു, ഞാൻ ഗീതയും ഉപനിഷത്തൊക്കെ പഠിപ്പിച്ചിട്ടും അവർക്ക് ഉണർവുണ്ടായില്ല, അതെങ്ങനെയാ കഥാരൂപത്തിൽ പറഞ്ഞ ഭാഗവതം കേട്ടുണ്ടാവുക എന്ന് ചോദിച്ചപ്പോഴാണ് സംശയം തീർത്തു കൊടുത്തു. പാലിൽ വെണ്ണയുണ്ട്, പക്ഷെ പാല് കൊടുത്താൽ വെണ്ണയുടെ ആവശ്യം നെയ്യുടെ ആവശ്യം നടക്കും. പാല് കടഞ്ഞായിരുന്നു നെയ്യ് കിട്ടണമെങ്കിൽ എന്നെ പാടുന്നല്ലേ? നേരെ മറിച്ച് പാല് കാച്ചി ഉറയിട്ട് വെണ്ണയാക്കി കടഞ്ഞത് ഒരുക്കിയിട്ട് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടെങ്കിലോ വെണ്ണയിലാക്കിയോ കുപ്പിയിലാക്കിയോ നമുക്ക് എളുപ്പം 3 സ്പൂൺ ഒഴിക്കാം, വിളക്കിലെടുത്ത് ഒഴിച്ച് കത്തിക്കാം അല്ലേ? നെയ്യ് കാച്ചി അങ്ങനെ പാത്രത്തിലാക്കി വെച്ചാൽ ആ നെറുനെയ്യ് പോലെയാണ് അത്രേ ശ്രീമദ് ഭാഗവതം. നമുക്ക് ഈശ്വര പ്രേമം ഉണ്ടാവാനുള്ള വഴി പറഞ്ഞിരുന്നു. മനസ്സിലായി? മറ്റേ ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളത് എങ്ങനെയാ? പാലിലുള്ള നെയ്യ് പോലെ. നെയ്യുടെ ആവശ്യം ഉടനെ ഒരു കാര്യത്തിൽ കാര്യം എടുത്തു ഒന്നും വേണ്ട ആവശ്യം. നേരെ മറിച്ച് നെയ്യ് തന്നെ എടുത്താൽ കൊടുത്താലോ അപ്പം ഉപയോഗിച്ചൂടെ? റെഡിമെയ്ഡാ. മനസ്സിലായോ? ഭാഗവതം റെഡിമെയ്ഡായിട്ട് വെച്ചിരിക്കുക. മനസ്സിലായോ? കരിമീനല്ലേ ശർക്കര പഞ്ചസാര ഉണ്ടാക്കുന്നത്? അതെ. പക്ഷെ ശർക്കരയും പഞ്ചസാരയും എന്നാലും നമുക്ക് കാപ്പിക്കിടാനോ അല്ലെങ്കിൽ പായസത്തിനിടാനോ ഉപയോഗിക്കാൻ പറ്റില്ല. പെട്ടെന്നല്ലേ? അത് കരിമ്പ് കഷ്ണം കൊടുത്താലോ? കരിമ്പിലുണ്ട്, പക്ഷെ അതൊന്ന് പ്രോസസ് ചെയ്തെടുക്കാൻ പാടില്ലല്ലേ? ഇതുമായി മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ പ്രോസസ് ചെയ്ത് അത് പഠിച്ച് മനസ്സിലാക്കി ലക്ഷ്യം നേടണമെങ്കിൽ നല്ല കഷ്ടമുണ്ട്. കരിമ്പിലുള്ള സമയം മനസ്സാരി പോലെയാണ് മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ ഭക്തി ഉണ്ടാവാനുള്ള വഴി പറയുന്നത്. എന്നാൽ ഈ ഭാഗവതവും പഞ്ചസാരയും ശർക്കരയും റെഡിയായിട്ട് പാത്രത്തിൽ ഇരിക്കുന്നത് പോലെ എടുത്ത് അനുഭവിക്കുകയുള്ളൂ. ഇതാണ് ഇതിന്റെ വ്യത്യാസം. പിന്നെ പറഞ്ഞു, ഈ വേദങ്ങളെ മുഴുവൻ കൽപ്പവൃക്ഷമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ആ കൽപ്പവൃക്ഷത്തിലുണ്ടായ വേദമാവുന്ന കൽപ്പവൃക്ഷത്തിലുണ്ടായ മൂത്തു പഴുത്ത നല്ല സ്വാദിഷ്ടമായ ഒരു പഴത്തിന് തുല്യമാണ് ഈ ഭാഗവതം. ഇപ്പൊ മരണ്ട്, മാവുണ്ട്, മാമ്പഴത്തിന്റെ കാലാണ്. മാവുണ്ടായിട്ട് നമുക്ക് മാമ്പഴം കിട്ടുമോ? മാവിന്റെ കൊമ്പിലും ചെടിയിലും തടിയിലും ചില്ലയിലും ഒക്കെ മാങ്ങയുടെ രസമുണ്ട്. പക്ഷെ നമുക്ക് അനുഭവിക്കണമെങ്കിൽ ഒരു മാമ്പഴമായി പഴുത്ത് കിട്ടട്ടെ. മാവിന്റെ മാവ് ഒക്കെ അതിന്റെ പ്രയോജനം എന്താ? മാമ്പഴം കിട്ടുന്നാലേ അത് പഴമായി വന്നാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. വൃക്ഷത്തിനിട്ടതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇതുമാതിരിയാണ് വേദങ്ങൾ കൽപ്പവൃക്ഷം ആണ്, പക്ഷെ അതിലെ മൂത്ത് വെളുത്ത പഴമാണത്രേ ഭാഗവതം. അപ്പൊ പഴത്തിനെ ആസ്വദിക്കാൻ കഴിയാ. മാമ്പഴം പോലെയാണ് ഈ വേദത്തിന്റെ പഴം വെളുത്ത ഭാഗവത പഴമാണ് ഭാഗവതം. അതുകൊണ്ട് ഈ ശ്രീമദ് ഭാഗവതത്തിന് വേദത്തെക്കാളും വേദാന്തത്തെക്കാളും മഹിമ കൂടും. മനസ്സിലായോ? സർവ വേദസാരം എഴുതിയ, വേദാന്ത ശാസ്ത്രം എഴുതിയ, ഉപനിഷത്തുക്കളെ വ്യാഖ്യാനം എഴുതിയ, ബ്രഹ്മസൂത്രം എഴുതിയ വേദവ്യാസ മഹർഷിയാണ് അവസാനം ഭാഗവതം എഴുതിയത്. അതിലൂടെ എന്ത് നമ്മളെ പഠിപ്പിക്കുക? ഈ ശ്രീമദ് ഭാഗവതം കേട്ടാൽ നമ്മുടെ ദുഃഖമില്ലാണ്ടാവും, നമുക്ക് സന്തോഷം ഉണ്ടാവും, നമുക്ക് ഭക്തി ഉണ്ടാവും, നമുക്ക് ഈശ്വരജ്ഞാനം ഉണ്ടാവും, നമ്മുടെ മനസ്സ് ശുദ്ധമായി തീരും, നമ്മുടെ ജീവിതത്തിന് കൃതാർത്ഥതയും സംതൃപ്തിയൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞു. മാത്രമല്ല നാരദനോട് ചോദിക്കുക, നാരദ മഹർഷിയെ അന്നല്ലേ വേദവ്യാസൻ അന്ന് ഭാഗവതത്തിന്റെ മഹിമ പറഞ്ഞു കൊടുത്ത് ഭഗവാന്റെ മഹിമയായ ഭാഗവതം എഴുതിച്ചാള് വ്യാസന്റെ ഗുരുവാണ് നാരദൻ അല്ലേ? അതൊക്കെ മറന്നുപോയോ? ഉടനെ നാരദന് അത് ഓർമ്മ വന്നു. അപ്പൊ ഭഗവാന്റെ
മഹിമയാവുന്ന ഭാഗവതത്തിന്റെ മാഹാത്മ്യം മനസ്സിലായി. അതുകൊണ്ട് ഈ ശ്രീമദ് ഭാഗവതം ശ്രാവ്യം പറയുന്നു. ഓരോ മനുഷ്യരും ജന്മം കിട്ടിയാൽ മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഈ ശ്രീമദ് ഭാഗവതം കേൾക്കണം അത്രയെന്നർത്ഥം. എന്നാ എന്താ ശോക ദുഃഖ വിനാശനം. അവന്റെ ജീവിതത്തില് ഇനി ദുഃഖിക്കാൻ ഇടവില്ല. സകല ദുരിതങ്ങളും കട്ടങ്ങളും തീർന്ന് അവന് പരമമായ സുഖവും ശാന്തിയും ആനന്ദത്തിന്റെ മാർഗം തെളിഞ്ഞു കിട്ടുന്നു. ഇത്രയൊക്കെ പറഞ്ഞപ്പോ ആ ഗുരുനാഥന്മാരെ ഒരു നമസ്കരിച്ചു, സരകാദികളെ നമസ്കരിച്ചുകൊണ്ട് പറയാണ്, എന്റെ ഭാഗ്യം കൊണ്ടാണല്ലോ ഇതൊക്കെ പറഞ്ഞു തരാൻ നിങ്ങളെ എനിക്ക് കാണാൻ സാധിച്ചത്. ഈശ്വരനാണല്ലോ നിങ്ങളെ എനിക്ക് കൊണ്ടുവന്നത്. എത്രയോ ജന്മത്തിൽ ചെയ്ത പുണ്യത്തിന്റെ ഫലമായിട്ടാണ് അത്രയും നമുക്ക് സത്സംഗം കിട്ടുന്നത്, മഹാന്മാരെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഭഗവാന്റെ ആ അടുത്ത് സാമീപ്യത്തിൽ വരാൻ നമുക്ക് കഴിഞ്ഞ നമ്മൾ എത്ര ജന്മം പുണ്യം ചെയ്തവരാൻ. ശരിയോ? പറയാണ്, ഒരു സജ്ജനത്തെ കാണണമെങ്കിൽ ഭാഗ്യോദയേന ബഹുജന്മ സമാധിതേന, ബഹുജന്മങ്ങൾ ചെയ്തു കൂട്ടിയ പുണ്യത്തിന്റെ ആ ഫലം കൊണ്ടേ നമുക്ക് കിട്ടുള്ളൂ. മനസ്സിലായോ? നമുക്കറിയാം, അറിഞ്ഞു ഭഗവാന്റെ മഹാത്മ്യം അല്ലേ? ഈശ്വരന് ഉദാരജ്ഞാനിയായി ഓരോരുത്തരും വീട്ടിൽ നിന്ന് വരുമ്പോഴേക്കും അവനെ ആരാണ് വരണത്, എന്തിനാണ് വരണതൊക്കെ ഇവിടെ അറിയും. അങ്ങനത്തെ മഹാരായിരുന്നു നമ്മുടെ അല്ലേ? ഒരാൾ മുമ്പിൽ വന്നിരുന്ന അവനെ അകം പുറം CT സ്കാനൊന്നും ഒന്നുമില്ല. മനസ്സിലായോ? അച്ഛനോട്ടത്തിലൊക്കെ മനസ്സിലായി കഴിയും ജന്മാന്തരങ്ങൾ. മനസ്സിലായോ? അങ്ങനത്തെ മഹാത്മാവിനെ നമുക്ക് കിട്ടിയില്ലേ? അല്ലേ? അവിടെ ഇവിടെ പോയിട്ടപ്പോ എല്ലായിടത്തും തെരഞ്ഞു നിൽക്കുകയാണ്. ഭൗതിക ശരീരപ്പെട്ടപ്പോ സർവ്വവ്യാപിയായിരിക്കുക. നമ്മുടെ അർത്ഥം പുറത്തും എല്ലാം ഉണ്ട്. ധരിക്കുന്നവർക്ക് ഭക്തിയോട് കാണാൻ സാധിക്കും, അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ആ ഭഗവാനെ നമുക്ക് കിട്ടിയ നമ്മുടെ സുഖം. ആ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് ഒരു ആശ്രമം ഉണ്ടാവുക, ആശ്രമം ഉണ്ടാവുക, അവിടെ ഇങ്ങനെയുള്ള സത്സംഗങ്ങളും ഭാഗവത നടക്കുക, ഇതിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുക. ഇതൊക്കെ നടത്തേണ്ടതും നടത്തിപ്പിക്കേണ്ടതും വിജയിപ്പിക്കേണ്ടതും ആരാ? നമ്മൾ ഓരോരുത്തരും മുമ്പിൽ വെക്കാം. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്തൊരു പുണ്യ എത്ര അവസരമാണ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് പറഞ്ഞ പോലെ പ്രയോജനപ്പെടുത്തണ്ടേ? വേണം. ഇതാണോടെ പറഞ്ഞത്, ഭാഗ്യോദയേന ബഹുജന്മ സമാധിതേന, എത്രയോ ജന്മങ്ങൾ ചെയ്ത ബഹുജന്മങ്ങൾ ചെയ്ത ഭാഗ്യത്തിന്റെ പുണ്യത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് സത്സംഗം ഉണ്ടാവുന്നത്. ആ സത്സംഗം ഉണ്ടായാൽ മതി, അജ്ഞാന ശുദ്ധ്യം, ദുഃഖങ്ങൾ ഇല്ലാണ്ടാവും, ജനങ്ങളുടെ ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടും, നമുക്ക് സായുജ്യം കൈവരും. ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ടാണ് നാരദ മഹർഷി വീണ്ടും ഈ ശ്രീമദ് ഭാഗവതത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് ചോദിച്ചത്. അത് പറഞ്ഞു, എത്രയോ ഏത് ഗൃഹത്തിലാണോ ദിവസവും ഭാഗവതം പാരായണം നടക്കുന്നത് അവിടെയുള്ളവരുടെ മുഴുവൻ പാപങ്ങൾ നശിക്കും, വരെ കഷ്ടം തീരും, ദുരിതങ്ങൾ തീരും. അവിടെ ആ സ്ഥലം തീർത്ഥസ്ഥലമാകുന്നു. 1000 അശ്വമേധങ്ങളും 100 കണക്കിന് വാജപേയ മുതലായ യാഗങ്ങൾ നടത്തിയാൽ പോലും ഒരു ഭാഗവതം സപ്താഹമായി വായിക്കുന്നതിന്റെ പുണ്യമുണ്ടല്ലോ, ആ പുണ്യത്തിന്റെ ഒരു ലേശമേയാവുള്ളൂ. ഈ ഭാഗവത സപ്താഹത്തിന്റെ ഫലമായിട്ട് ഫലം കിട്ടില്ല. ഗംഗാന ഗയാ കാശി, ഗംഗയിൽ പോയി കുളിക്കുക, ഗയയിൽ പോയി ശ്രാദ്ധക്കുക അല്ലേ? കാശിയിൽ പോയി ശ്രാദ്ധാദി കർമ്മങ്ങളും ഗംഗാസ്നാനവും മഹാദേവ ദർശനം ചെയ്യുക, ഇതൊക്കെ വളരെ വിശേഷമായിട്ടാണ് വച്ചേക്കുന്നത് അല്ലേ? പുഷ്കരം ബ്രഹ്മാവിന്റെ തപസ്ഥാനാണ് രാജസ്ഥാനിൽ പുഷ്കരം എന്ന പറയുന്ന സ്ഥലം. പ്രയാഗം ത്രിവേണി സംഗമം നടക്കുന്ന സ്ഥലമാണ് പ്രയാഗം. വലിയ ഗോവേളഗ്രാമത്തിലെ പ്രയാഗരാജ് അല്ലേ? തീർത്ഥരാജൻ എന്നാണ് പേര്. അവിടെയൊക്കെ പോയി കുളിക്കും, തർപ്പണവും ശ്രാദ്ധാദികൾ കർമ്മം ചെയ്താൽ പോലും ഭാഗവതം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിന്റെ പുണ്യത്തിലാണ്. അതിനേക്കാൾ മേലെയാണ് ഭാഗവതം വായിക്കുകയും കേൾക്കുകയും ചെയ്താൽ ഉണ്ടാവുന്ന ശുദ്ധി. ഭാഗവതം വലിയ തീർത്ഥാണ്, മനസ്സിലായോ? ഇതിനേക്കാൾ തീർത്ഥല്ല. ശ്രാദ്ധം നേരി പോയി 100 ശ്രാദ്ധം മുക്തി കിട്ടാത്ത ആൾക്ക് മുക്തി കിട്ടാൻ സൂര്യ ഭഗവാൻ വിരിച്ചത് എന്തറിയോ? ഭാഗവതം വായിച്ചു കേൾക്കുന്ന. എന്നിട്ടാണ് ഗോകർണന്റെ സഹോദരനായ ദുർഗുകാരി മഹാമാവിച്ച് 100 ശ്രാദ്ധം കൊണ്ടുപോലും നേരാശ്രാദ്ധം കൊണ്ടുപോലും മുക്തി കിട്ടാതെ ഗതി കിട്ടാതെ പ്രേതമായി അലയുന്ന ആ പ്രേതത്തിന് പോലും മുക്തി കിട്ടാൻ ഭാഗവതം ഒരു പ്രാവശ്യം വായിച്ചു കേൾപ്പിച്ചപ്പോഴാണ് സാധിച്ചത്. മനസ്സിലായോ? പാപത്തൊന്നും മോചിതനായത് മാത്രമല്ല വിമാനം വന്ന് വൈകുണ്ഠത്തിൽ പോകാൻ സാധിച്ചു. അപ്പൊ ആലോചിച്ചത് ഭാഗവതത്തിന്റെ മഹാത്മ്യം ഗംഗയെക്കാളും ഗയയെക്കാളും കാശിയെക്കാളും പുഷ്കരത്തെക്കാളും പ്രയാഗത്തെക്കാളും വലിയ തീർത്ഥമാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് ഒരു ശ്ലോകമെങ്കിലും പഠിക്കും, മുഴുവൻ പഠിച്ചില്ലെങ്കിലും ഒരധ്യായം വായിക്കാൻ പറ്റി ഒരധ്യായം വായിക്കും. എങ്ങനെ കുറേശ്ശെങ്കിലും വായിക്കൂ. ജന്മകോടികളിലെ കോടി ജന്മങ്ങളിൽ അറിഞ്ഞറിയാതെ ചെയ്ത പാപങ്ങൾ മുഴുവനും അതുകൊണ്ട് തന്നെ ഇല്ലാണ്ടായിത്തീരും. രാജസൂയ അശ്വമേധാദി യാഗങ്ങൾ ചെയ്ത പുണ്യം നമുക്ക് അക്കൗണ്ടിൽ വരും. പുണ്യം കൂടുമ്പോഴാണ് സുഖം ഉണ്ടാവുക. എന്തായാലും ഏത് സുഖം സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്നതോ നമ്മുടെ പുണ്യം കമ്മിയായി ചെയ്യും, അക്കൗണ്ടിൽ കമ്മിയാവും. ഓരോരുത്തവണ കാർഡെടുപ്പം അറിയില്ല അവിടെ പിന്നീടല്ലേ. അപ്പോ പുണ്യം ധാരാളം ഡെപ്പോസിറ്റ് ചെയ്യണം. എന്ത് വേണ്ടു? അശ്വമേധ രാജസൂയാദി യാഗങ്ങളുടെ പുണ്യമാണ്, അതിനേക്കാൾ പുണ്യമാണ് ഭാഗവതം വായിക്കും കേൾക്കും ചെയ്താൽ. അവർ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാലോ
നമ്മുടെ അക്കൗണ്ടിൽ എന്നും പുണ്യം ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നേരെ മറിച്ച് നമ്മുടെ ദുരിതങ്ങളും പാപങ്ങളും ഒക്കെ ക്ഷയിക്കും. നമ്മളോ അത് ക്ഷയിക്കാൻ വേണ്ട, ദുഃഖം ചെയ്യാണ്ടാവും. ഓരോ ദുഃഖം അനുഭവിക്കുന്നവർ നമ്മൾ ദുരിതം പോവാണേ. ഇതാണ്. അതുകൊണ്ട് ഈ ശ്രീമദ് ഭാഗവതം ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മുഴുവനെ ഒന്ന് കേൾക്കണേ, മുഴുവൻ വായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ദുർലഭമാണോ? വളരെ ദുർലഭമാണ് ഭാഗവതം കേൾക്കാനുള്ള ഭാഗ്യ ആൾക്കാർക്ക്. നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ധാരാളം സപ്താഹങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും ആൾക്കാരെവിടെ ഉണ്ടാവുക? ഭാഗവതം കേൾക്കാൻ 6 മണി മുതൽ 6 മണി വരെ ഇരിക്കണ എത്ര പേരുണ്ടെന്നുള്ള അറ്റൻഡൻസ് വെച്ചു, അല്ലെങ്കിൽ ക്യാമറ വെച്ചു. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇരിക്കുന്ന 10 ആളുണ്ട്. ബാക്കി ഉച്ചയ്ക്ക് അന്നദാനം പ്രസാദത്തിന്റെ സമയത്ത് നാട്ടുകാർ മുഴുവനും അവിടെ വന്ന് 25 പറ, 60 പറ, 100 പറ ചാപ്പാട്. അതാണ് അന്നദാന സപ്താഹങ്ങളാണ് നമ്മുടെ അമ്പലങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. എന്താ കാരണം? അതിനെ ആൾക്കാർക്ക് വെച്ചിട്ടുള്ളൂ. ഭാഗവതം കേൾക്കാനുള്ള സുഖമായിട്ടില്ല. മനസ്സിലായോ? പുണ്യമില്ല. അങ്ങനെ പുണ്യമുള്ള ചില ആത്മാക്കള് എന്ത് ചെയ്യുന്നു? അവരും രാവിലെ മുതലേ 7 ദിവസം ഇരുന്ന് കേൾക്കും. അവർ ധന്യരും അനുഗ്രഹീതരും. അപ്പൊ സപ്താഹം ഉണ്ടായിട്ട് കാര്യമില്ല. അതൊന്ന് കേൾക്കണമെങ്കിൽ പുണ്യം വേണമെന്നർത്ഥം. അല്ലെങ്കിൽ കേൾക്കാൻ പറ്റില്ല. അല്ല, വീടിന് മുമ്പത്ത് ഉണ്ടായിരുന്നാലും പോയി കേൾക്കില്ല. മനസ്സിലായില്ലേ? പുണ്യമുള്ളവരൊക്കെ ദൂരത്തായും അടിപിടിച്ച് പോയിട്ട് കേൾക്കും. ആർക്കാണ് അതിന്റെ വില അറിയാം, മഹിമ അറിയാം. മനസ്സിലായോ? അതുകൊണ്ട് നമ്മളോട് പറയുകയാണ്, നമുക്ക് കിട്ടി ചാൻസ് നഷ്ടപ്പെടാൻ പാടില്ല. മനസ്സിലായോ? അതുപോലെ ദുർലഭമാണ് ഈ ഭഗവത്കഥ. ഒരു ജന്മ പുണ്യം കൊണ്ടാണ് കൈവരുന്നത്. അതുകൊണ്ട് ഇതിനെ കിട്ടിയ അവസരം കളയരുത് എന്ന് പറയാം. അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതം ഒന്ന് മാത്രം മതി. കൈകാട്ടുന്നത് തപസ്സിന് കൊണ്ടാണ് നടന്നത്. മനസ്സിലായോ? തപസ് ചെയ്യാൻ കൊണ്ട് ആ തപസ്സിന്റെ ഫലം ഈ ഭാഗവത ശ്രവണം കൊണ്ട് കിട്ടും. യോഗാനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ട, ധ്യാന പരിശീലനങ്ങൾ ചെയ്യേണ്ട, ഇതിന്റെ ഒക്കെ ഫലം സപ്താഹ ശ്രവണേ ലഭ്യം. ശ്രീമദ് ഭാഗവത സപ്താഹ ശ്രവണം ഒന്നുകൊണ്ട് തന്നെ യോഗത്തിന്റെയും യാഗത്തിന്റെയും ധ്യാനത്തിന്റെയും സമാധി പരിശീലനത്തിന്റെയും അതുപോലെ തപസ്സിന്റെ ഒക്കെ ഫലം കിട്ടുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഈ ഭാഗവതം കേൾക്കൂ എന്ന് സിംഹം ഗർജിക്കണ മാതിരിയാണ് ഭാഗവതം ഗർജിക്കണത്. എന്തിനു പറയണോ? ഇങ്ങനെ ശ്രീമദ് ഭാഗവതത്തിന്റെ മാഹാത്മ്യം അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരത്ഭുതണ്ടായി. വൃന്ദാവനത്തിലാണ് ഭക്തിദേവി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ? 10 വയസ്സന്മാരായി പോയി ജരാമരങ്ങൾ ബാധിച്ചു അല്ലേ? അവർക്ക് വേണ്ടിയിട്ടാണ് നാരദൻ ബദരീനാഥിൽ പോയി മഹർഷിമാരെ സനകാദികളെ കൂട്ടിയിട്ട് ഹരിദ്വാറിൽ വന്ന് ഭാഗവത സപ്താഹം ആരംഭിച്ചത്. പക്ഷെ സപ്താഹം ആരംഭിക്കുന്ന നാളെയാണ്. ഇന്ന് അതിന്റെ മാഹാത്മ്യം എന്ന് പറയുന്നത് ഒരു ആ മാഹാത്മ്യം പറഞ്ഞപ്പോഴേക്കും അത് മുഴുവനായില്ല, തുടങ്ങിയുള്ളൂ. അതിന്റെ മഹിമ പറഞ്ഞപ്പോഴേക്കും എന്തായി? ഭക്തിദേവി കഷ്ടപ്പെട്ടു തീർന്നു. മക്കളുടെ വാർദ്ധക്യമൊക്കെ പോയി യവനയുക്തന്മാരായി യുവാക്കളായ മക്കളോടുകൂടി ആനന്ദനൃത്തം ചെയ്തുകൊണ്ട് തിരുനാമ സങ്കീർത്തനം ചെയ്തുകൊണ്ട് ആ പുണ്യ സദസ്സിൽ വന്നുള്ളതാണ്. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. 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 ഭഗവാന്റെ പുണ്യനാമങ്ങൾ ജപിച്ചുകൊണ്ട് ആനന്ദ നൃത്തം ചെയ്തുകൊണ്ട് ഭക്തിദേവി മക്കളോടുകൂടി ആ പുണ്യ മഹർഷിമാരിക്കുന്ന സദസ്സിൽ കയറി വന്നു. എന്നിട്ടോ അവർക്ക് ഈ ഭാഗവത സപ്താഹ ശ്രവണ മാഹാത്മ്യം കേട്ടപ്പോഴേക്കും തന്നെ ഭക്തി ഉണർന്നു, ഭക്തിയുടെ കഷ്ടം തീർന്നു, മക്കളുടെ വാർദ്ധക്യം പോയി, ജ്ഞാനവൈരാഗ്യം വൃത്തിയുണ്ടായി, അവർക്ക് പ്രദാർത്ഥരായി. അപ്പൊ മുഴുവൻ ഭാഗവതം കേട്ട ആൾക്കാർ പറയണമോ? അതിനാണ് ഇത് പറഞ്ഞത്. അപ്പോ അവർക്ക് ഞങ്ങളൊക്കെ ആ പുഷ്ടി ഉണ്ടാക്കി തന്ന ആള് എന്താണ് സനകുമാര മഹർഷി നാരദർക്കല്ലേ, അവരെ വീണ്ടും നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പുതിയ ജീവിതം തന്ന നിങ്ങളോട് ഞങ്ങൾ എന്നും നന്ദിയുള്ളവരെ കടപ്പെട്ടിരിക്കുന്നു. എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? എവിടെയാണ് ഞങ്ങൾ ഇരിക്കേണ്ടത്? ഞങ്ങൾ നിങ്ങൾക്ക് വിധേയരാണ് എന്ന് പറഞ്ഞപ്പോ ഈ പുണ്യം ചെയ്തവരല്ലേ ഈ ഭാഗവതം കേൾക്കാൻ ഇവിടെ വന്നത്? എല്ലാവർക്കും വരാൻ തോന്നില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഈ സജ്ജനങ്ങളുടെ ഉള്ളിൽ നീ മക്കളോടുകൂടി കടന്നിരിക്കുവാണ്. അതോടെയോ ഭക്തി മക്കളോടുകൂടി ജ്ഞാനവൈരാഗ്യങ്ങളോടുകൂടി അവിടെ കൂടിയിരുന്ന കഥ കേൾക്കാമെന്നവരെ ഉള്ളിൽ പ്രവേശിച്ചു. അതോടെയോ അവർക്കൊക്കെ ഈശ്വര ശക്തി ഉണ്ടായി. അവർക്കൊക്കെ നാമം ജപിക്കണം തോന്നാൻ തുടങ്ങി. അവർക്കൊക്കെ ഇനിയും കഥ കേൾക്കണം തോന്നാൻ തുടങ്ങി. അവർക്ക് ഇനിയും സത്സംഗം പങ്കെടുക്കണം തോന്നാൻ തുടങ്ങി. മനസ്സിലായോ? ഇതാണ് മഹാത്മ്യം കേട്ടാൻ ഉണ്ടാകുന്നത്. എല്ലാവർക്കും സന്തോഷമായി. എന്നിട്ട് പറഞ്ഞു, ഈ ലോകത്തില് ആരാണ് ധന്യര്? ഭക്തിദേവി പറയാ സകല ഭുവനങ്ങളിൽ വെച്ച് ധന്യര് എന്ന് പറഞ്ഞാൽ ഈശ്വര ഭക്തിയിലാണ്. ആരുടെ മനസ്സിലാണോ ഭഗവാന് വേണ്ടി എപ്പോഴും കടയുന്ന ഹൃദയമുള്ളത്, എപ്പോഴും ഭഗവാന്റെ സ്മരണവും ചിന്തനവും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഈശ്വരഭക്തിയെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാരാണ്?
അവരാണ് അത്രയും ധന്യാത്മാക്കള്. അല്ലാതെ ഭൗതികമായ സമ്പത്തോ സൗകര്യങ്ങളോ ഉള്ളവരല്ല യഥാർത്ഥത്തിൽ ധന്യരെന്ന് പറഞ്ഞത്. അതൊക്കെ ഉണ്ടായിട്ടും ധന്യല്ല ജീവിതം. സങ്കടവും ദുഃഖവും ദുരിതവും ആവലാതിനായിട്ട് കഴിയുകയാണെങ്കിൽ പിന്നെ ധന്യത. ആ സകല ഭുവനമധ്യേ നിർധനാസ്തേ അഭിധന്യ. ഒരു പൈസ 10 പൈസ ഇല്ലെങ്കിലും ഒരു ഭൗതികമായ നേട്ട സമ്പത്തും ഇല്ലെങ്കിലും ധന്യരാണ് അവരെ. എങ്ങനെയാണെങ്കിൽ നിവസതി ഹൃദയേഷാം ശ്രീഹരേ ഭക്തിരേഖ. ആരുടെ ഹൃദയത്തിലാണോ ഭഗവത് ഭക്തിയുള്ളത്, ആ ഭക്തി കൊണ്ട് ഭഗവാൻ ആരുടെ ഹൃദയത്തിലാണോ വന്നിരിക്കുന്നത്, അവരാണ് അത്രേ ഭാഗ്യവും ധന്യവും ചെയ്തവര്. കാരണം ആരുടെ മനസ്സിൽ പരിശുദ്ധമായ ഭഗവാനോടുള്ള പ്രേമുണ്ടോ അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ വൈകുണ്ഠത്തിലിരിക്കാതെ വൈകുണ്ഠം വിട്ട് ഈ ഭക്ത ഹൃദയത്തിൽ ഭഗവാൻ താമസാക്കുന്നത്. മനസ്സിലായോ? ഭക്ത ഹൃദയം വൈകുണ്ഠമായി മാറും. മനസ്സിലായോ? ഭഗവാൻ നമ്മുടെ ദുഃഖം ഇല്ലല്ലോ. ഭക്ത ഹൃദയത്തിൽ ഭഗവാൻ വസിക്കുന്നു. അതാണ് മഹാഭാഗ്യം എന്ന് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ഇതിനധികം ഞാൻ പറയുന്നു, ഭാഗവതത്തിന്റെ മഹാത്മ്യം വർണ്ണിക്കാനാവില്ല. സാക്ഷാൽ വേദസ്വരൂപമാണിത്, സാക്ഷാൽ ഈശ്വര സ്വരൂപമാണിത്, ഈശ്വരന്റെ പ്രത്യക്ഷ രൂപമാണിത്. അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവത്തെ ആരാണോ ഭക്തന്മാർക്ക് വേണ്ട പോലെ പറഞ്ഞു കൊടുക്കുന്നത്, ആരാണോ അത് കേൾക്കുന്നത്, അവർക്ക് 2 കൂട്ടർക്കും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാനോട് സായുജ്യം ഉണ്ടാവും എന്ന് അനുഗ്രഹിച്ചു. അവിടെ കൂടിയിരുന്നവർക്കൊക്കെ അലൗകികമായ ഭക്തിയും ആനന്ദാനുഭവം കണ്ടു. അപ്പോഴേക്കും വൈകുണ്ഠത്തിൽ നിന്ന് ഭഗവാൻ മഹാവിഷ്ണു ആ ഭാഗവത സദസ്സിൽ പ്രത്യക്ഷമായിട്ട് ബുദ്ധവാദി ഭക്തന്മാരോടുകൂടി അർജുനാദി ഭക്തന്മാരോടുകൂടി അവിടെ വന്നു ആ ഗൂഢരൂപത്തിൽ വന്നിരുന്നു എന്നാണ്. ദേശബ്ദം നവശബ്ദം എല്ലാവരും ആനന്ദ നൃത്തം ചെയ്തു. അതിനുശേഷം പിന്നെ ഈ ഭാഗവതത്തിന്റെ മഹാത്മ്യം തുടർന്നു. സനകാദികൾ എന്തൊക്കെ ആരൊക്കെയാണ് പരിശുദ്ധരാവുക, എന്തൊക്കെ കഷ്ടങ്ങളാണ് തീരുക, ആരൊക്കെ അത് കേട്ട എന്തൊക്കെ പ്രയോജനം ചോദിച്ചു. അവ പറഞ്ഞു, പൊതുവെ പറഞ്ഞല്ലോ, ദുഃഖം ഇല്ലാണ്ടാവുന്ന എല്ലാവർക്കും ആകട്ടെ. ആ ദുഃഖം ഇല്ലാണ്ടാവും. സുഖം ശാശ്വതമായി വേണമെന്ന് എല്ലാവർക്കും മോഹമില്ല. ഇത് 2 പ്രധാനമായി സാധിക്കും. പിന്നീട് ഭൗതികമായി സമ്പത്തില്ലാത്തവർക്ക് സമ്പത്തുണ്ടാവും, ദാരിദ്ര്യം നേരിടുന്നവർക്ക് അതുണ്ടാവും, രോഗങ്ങൾ മാറേണ്ടവർക്ക് അത് സാധിക്കും, കാമക്രോധാദികളൊക്കെ ഇല്ലാണ്ടാക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് അത് സാധിക്കും. അത് മാത്രമല്ല, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവും, ഗർഭം ധരിക്കാത്തവർ ഗർഭം ധരിക്കും, വിവാഹം നടക്കാത്തവർ വിവാഹം നടക്കും. ഇങ്ങനെ ഓരോരോ തടസ്സങ്ങളിലേക്ക് ഓരോന്ന് അതൊക്കെ നീങ്ങാൻ ഇതൊക്കെ പാപം കൊണ്ടാണല്ലോ. ഈ ഭാഗവതം കേട്ടാൽ, ശ്രദ്ധയോടെ ഒരു ഭാഗവതം കേട്ടാൽ ആ തടസ്സങ്ങളെല്ലാം നീങ്ങി അവർക്ക് എല്ലാ ഉയർച്ചയും നന്മയും ഈ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്നത്രയും മനസ്സിലായോ? പ്രസവിക്കാത്തവര്, ഒരു പ്രസവിച്ച് മരിച്ചു പോണ കുട്ടികളുള്ളവര്, അങ്ങനെ പലതരത്തിലും ആൾക്കാർ ദുഃഖിക്കുന്നുണ്ട്. ഇതെല്ലാം നീങ്ങി അവർക്കൊക്കെ ശ്രേയസ് വരും. മാത്രമല്ല, ഇനി മനസാവാച കർമ്മണ പാപം മാത്രം ചെയ്ത ദുഷ്ടന്മാരുണ്ടെങ്കിൽ അവർ പോലും ഭാഗവത ശ്രവണം കൊണ്ട്, സപ്താഹ ശ്രവണം കൊണ്ട് പരിശുദ്ധരായി അവർക്ക് മാനസാന്തരം വന്ന് ഇവരൊക്കെ ഭഗവത് ഭക്തന്മാരായി ശാന്തി അടയും എന്ന് പറഞ്ഞപ്പോ അതിന് ഉദാഹരണമായിട്ട് കഥ പറഞ്ഞു. പണ്ട് തുംഗഭദ്ര നദി തീരം കർണാടകത്തില് ഒരു ഗ്രാമത്തില് ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. വേദശാസ്ത്രങ്ങളൊക്കെ പഠിച്ച മഹാനായ ഒരു ബ്രാഹ്മണന്, ധർമ്മത്തെ വളരെ അറിയുന്ന ആളാണ്, ഈശ്വരഭക്തനാണ്, ഒരുപാട് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം വിവാഹം കഴിച്ചു. അതിസുന്ദരിയായിട്ടുള്ളതായ ഒരു ഭാര്യ, സുന്ദരി എന്ന് പേരായിരുന്നു. അങ്ങനെ സമ്പത്ത് ഇഷ്ടം പോലെയുണ്ട്, വീടും മാളികയും എല്ലാ സൗകര്യങ്ങളും ഭക്തന്മാരും ഒക്കെ ഇഷ്ടം പോലെയുണ്ട്, സുന്ദരിയായ ഭാര്യയുണ്ട്. അപ്പൊ എല്ലാ ഭൗതിക സുഖ സൗകര്യം ഉണ്ടായിട്ടും സുഖം മാത്രം അദ്ദേഹം ജീവിതത്തിലുണ്ടായില്ല. അതിന് വല്ലാതെ സങ്കടമായിരുന്നു. എന്താ കാരണം? ഒരു കുട്ടി ഉണ്ടായില്ല, ഇവരാരും പ്രസവിക്കുന്നില്ല. അദ്ദേഹം പശുവിനെ കുറെ പശുവിനെ വളർത്തുന്നുണ്ട്, അതുപോലും പ്രസവിക്കില്ല. ചെടികൾ വെച്ച് നട്ട അതുപോലും പൂത്ത് കാക്കില്ല. ഇങ്ങനെ അദ്ദേഹം ദേവന്മാർക്ക് പൂജ ചെയ്ത് അവർ സ്വീകരിക്കില്ല, പിതൃത്വത്തെ ശാസ്ത്രോദ്ദേശം പിതൃക്കൾ സ്വീകരിക്കില്ല. ഇങ്ങനെയായപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ മഹാഭാവിയായതുകൊണ്ടാണ് എന്നോട് സമ്പത്തപ്പെട്ടവർക്ക് പോലും ഇങ്ങനെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് ജീവിച്ചിട്ട് മരിക്കാൻ ആത്മഹത്യ ചെയ്യാന്ന് വിചാരിച്ചിട്ട് കാട്ടിൽ പോയി തടാകം കൊണ്ടായിരുന്നു ചാടാൻ പോയത്. അപ്പൊ അവിടെ ഒരു മഹർഷി കണ്ടു, ഇതന്നെ ഇത്ര നല്ലൊരു ജന്മം കിട്ടിയിട്ട് അങ്ങനെ എന്തിനാ അത് വെറുതെ ഇങ്ങനെ വെള്ളത്തിൽ ചാടിച്ച ചത്ത് നിഷ്പ്രയോജനമാക്കുന്നത്? ഇവിടെ വരും, എന്താണ് അങ്ങേക്ക് വേണ്ടത് വെച്ചു. അവർ പറഞ്ഞു, എന്റെ ദുഃഖത്തിന്റെ കാര്യം പറയാണ്ടിരിക്കുക ഭേദം, പൂർവ്വഭാവം കൊണ്ട് നേടിയതാണ്, അതിനൊക്കെ ആർക്കും നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജീവിതം തന്നെ എനിക്ക് വേണ്ടത് തോന്നി. എന്താ കുട്ടികളില്ലാത്തവരെ പണം ഉണ്ടായിട്ട് കാര്യം, വീടുണ്ടായിട്ട് കാര്യം, ഭാര്യ ഉണ്ടായിട്ട് കാര്യം, സുഖസൗകര്യങ്ങൾ ഉണ്ടായിട്ട് കാര്യം, അതുകൊണ്ടൊന്നും എനിക്ക് സന്തോഷവും സമാധാനവും സുഖം കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് ജീവിക്കേണ്ടതാണ്. അപ്പോ ആ മഹർഷി പറഞ്ഞു, ഇപ്പൊ മനസ്സിലായില്ലേ, വീട് കൊണ്ടോ പണം കൊണ്ടോ സുന്ദരിയായ ഭാര്യ കൊണ്ടോ അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങളെ കൊണ്ടോ മാത്രം ഒരാൾക്ക് സുഖവും ശാന്തിയും കിട്ടില്ല എന്ന അനുഭവത്തിലൂടെ മനസ്സിലായില്ലേ? എന്നാ ഇനി ശാപ സുഖം കിട്ടാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. എവിടെ സുഖം? ആത്മാവിലാണ് സുഖം. ഭഗവാനാണ് അവർക്ക് ആത്മാവായിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിനെ ആ ഭഗവാന്റെ പദാരവിന്ദങ്ങളിൽ ചേർത്ത് വെച്ച് ധ്യാനിക്കൂ. ആ ഭഗവാനെ
ആ ഹൃദയത്തിൽ കാണാറായി കഴിഞ്ഞാൽ ഈ നഷ്ടപ്പെട്ട ദുഃഖം ഇതൊന്നും തിരിച്ചു കിട്ടും, ദുഃഖം ഇല്ലാണ്ടായി തീരും. അതുകൊണ്ട് ആ ഭഗവത് ധ്യാനത്തിന്റെ വഴിയോട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കാൻ നോക്കും. അപ്പൊ ഈ മഹർഷിയുടെ ഉപദേശം കേട്ടലേ വേണ്ടു. വീട്ടിൽ നിന്നും അതുമായി സ്വത്തൊന്നും പൈസ സന്തോഷം കിട്ടില്ല എന്ന് വന്നതല്ലേ, എന്നാ ഇവിടെ നിന്ന് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചില്ല. കാരണം അദ്ദേഹം അത് സ്വീകാര്യമായില്ല. ധ്യാനത്തെ ശുഷ്കമാണ്, അതൊക്കെ എനിക്ക് താല്പര്യമില്ല, എനിക്ക് പറ്റുമെങ്കിൽ അങ്ങ് അമ്മയുടെ ശുദ്ധി കൊണ്ട് ഒരു ഉണ്ണി ഉണ്ടാവാൻ അനുഗ്രഹിക്കൂ, കുട്ടി ഉണ്ടാവാൻ അനുഗ്രഹിക്കൂ, ഇല്ലെങ്കിൽ എന്നെ ചാവാൻ പറ്റില്ല. ഇങ്ങനെ അയാൾ കഠ്യം പിടിച്ചപ്പോ ഈ മഹർഷി വിചാരിച്ചു, എന്നാ ഇയാള് അനുഭവത്തിലൂടെ അറിയട്ടെ, കുട്ടിയെ കൊണ്ട് കിട്ടില്ല, കുട്ടി ഉണ്ടായിട്ട് അറിയട്ടെ എന്നിരിച്ചിട്ട് അതിന് ഒരു പഴം ജപിച്ചു കൊടുത്തു. അത് പറഞ്ഞു ഈ പഴം കൊണ്ടേ ഭാര്യയ്ക്ക് കൊടുത്തോളൂ. പക്ഷേ ഈ പഴം ഈശ്വര ധ്യാനത്തോട് ഈശ്വര പ്രാർത്ഥനയോടുകൂടി കഴിക്കണം. പിന്നെ ഗർഭം ധരിക്കും. ആ ഗർഭം പ്രസവിക്കണ വരെ ഈ കുട്ടി, ആ സ്ത്രീ, ഭാര്യ ഈശ്വരചിന്തയോടും ഈശ്വരഭജനം ചെയ്തുകൊണ്ട് കഴിയണം. മനസ്സിലായോ? ഈശ്വരൻ പൂജിച്ച് ഈശ്വരൻ നേരിച്ച നൈവേദ്യം മാത്രം കഴിച്ച് ഭഗവത് കഥകളൊക്കെ കേട്ട് നാമൊക്കെ ജപിച്ച് അങ്ങനെ ഈ ഗർഭകാലം മുഴുവനാൽ നല്ല യോഗ്യനായ ഉത്തമനായ ഒരു മകനുണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ പുറത്ത് മഹർഷി പോയി. ബ്രാഹ്മണന് വലിയ സന്തോഷമായി. ആത്മദേവൻ എന്നാണ് അദ്ദേഹം പേര്. അദ്ദേഹം പണം കൊണ്ട് ഓടി വന്നു. ഉച്ചയായപ്പോഴേക്കും വിശന്ന് വരുന്ന ക്ഷണിച്ച് വീട്ടിൽ ഓടി വന്നു. ഭാര്യ രാവിലെ കാണാണ്ടായി പരിഭ്രമിച്ചിരിക്കുക. എവിടെ പോയി നിങ്ങൾ ചോദിച്ചു പറഞ്ഞു, ഞാനിങ്ങനെ ഈ ഭരിക്കാൻ പോയതാണ്. അപ്പോഴാണ് ഒരു മഹർഷിയെ കണ്ടു, അദ്ദേഹം നമ്മളെ അനുഗ്രഹിച്ചു, നിനക്കൊരു ഉണ്ണി ഉണ്ടാവും, നീ മംഗള സ്നാനം ചെയ്ത് വന്ന് ഭഗവാനെ വിചാരിച്ചുകൊണ്ട് ഈ പഴം കഴിക്കുക, എന്നാ ഗർഭം ഉണ്ടാവും, നമുക്ക് നല്ലൊരു ഉണ്ണി ഉണ്ടാവും. നല്ല ഉണ്ണി ഉണ്ടാവാൻ നീ പ്രസവിക്കണവരെ ഈശ്വരചിന്തയോടുകൂടി ഇരിക്കണം. എന്നാ പറയരുത്, അത് ചെയ്യരുത്, ചതി ചെയ്യരുത്, പരദൂഷണം ചെയ്യരുത്, പരദ്രോഹം ചെയ്യരുത്, മറിച്ച് ദാനധർമ്മങ്ങൾ ചെയ്ത് ഈശ്വരനാമം ജപിച്ചുകൊണ്ട് ഈശ്വര കഥകൾ കെട്ടുകൊണ്ട് ഈശ്വര പ്രസാദം നൈവേദ്യം കഴിച്ചുകൊണ്ട് നീ അങ്ങനെ പ്രസവിക്കണവരെ ഇരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നീ അത് ചെയ്യും. അവ കുറിച്ച് ഊഴയിച്ച് കിടന്ന് ശ്രമിച്ചു. അങ്ങനെ ഭർത്താവിനെ പഴം കഴിഞ്ഞി അവരുടെ കുളിച്ച് ആഹാരം കഴിച്ച് വിശ്രമിച്ചു. പക്ഷെ ഇവിടെ ഈ പഴം കഴിച്ചോ? ഈ പഴം കൈ വെച്ചുകൊണ്ട് വിചാരിക്കാത്ത ദുഷ്ടവിചാരം. ഈ പഴം കഴിച്ച് ഗർഭമുണ്ടായാലും മേല് വലുതായാലും അപ്പൊ ആഹാരം കഴിക്കാൻ പറ്റാണ്ടായാലും അപ്പോ എനിക്ക് പ്രസവിക്കുന്ന ദിവ്യമായ പഴം കഴിച്ചിട്ടാണ് ദിവ്യഗർഭായുണ്ട് 9-10 മാസം കഴിയുമ്പോൾ പുറത്ത് വന്നില്ലെങ്കിലോ, ആ കുട്ടി ഉള്ളിൽ കിടന്നിട്ട് ഞാൻ പ്രസവിക്കാണ്ട് ഞാനും കുട്ടികൾ ചത്തുപോയാലോ, ഇങ്ങനത്തെ നെഗറ്റീവ് വിചാരങ്ങളാണ് മനസ്സിലായി. നല്ലതല്ല, വേണ്ടാത്ത വിചാരമാണ്. മാത്രമല്ല ഞാൻ പ്രസവിച്ചു കിടക്കുന്ന എന്റെ ഭാര്യ ഭർത്താവിന്റെ സഹോദരിയുടെ വന്ന് ഇവിടുത്തെ പണവും ധാരാളം പണങ്ങളുടെ ഇതൊക്കെ തട്ടിക്കൊണ്ടു പോയാലോ, ഇങ്ങനെയൊക്കെയാണ് ഉള്ള വിചാരം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ പഴം കഴിച്ചോണ്ട് മാത്രം നല്ല കുട്ടി ഉണ്ടാവില്ലോ, ഈശ്വരമാനം ചെയ്യേണ്ടതെല്ലാം അതെനിക്ക് പറ്റില്ല. കള പറയാതിരിക്കാൻ പറ്റും, കള പറയാൻ പറ്റിക്കാൻ പറ്റുള്ളൂ. സത്യം മാത്രം പറയാവൂ. കടദൂഷണം പാടില്ല, പരദ്രോഹം പാടില്ല. നമുക്ക് ആലോചിക്കാനേ വിചാരമുണ്ട്. പിന്നെയോ നാമം തിരിച്ച് ഈശ്വരമാനം ചെയ്ത് കഴിയട്ടെ, അതൊന്നും എന്നെ ആവശ്യപ്പെടും. ഇങ്ങനെയൊക്കെയാണ് അവരുടെ വിചാരം. അതുകൊണ്ട് ഞാൻ പ്രസവിക്കില്ല. 2 സ്ത്രീകളാണ് ഭാഗ്യവതികൾ. ബന്ധ്യാവാരി സുഖിനി ചേരി മതി. വളരെ ഫേവറായ അതിലെ ബന്ധ്യമാണ്, പ്രസവിക്കാത്തതാണ്. ഇല്ലെങ്കിലോ വിധവയാണ്, ഭർത്താവിന് ശക്തികളാണ്. എനിക്ക് ഭർത്താവിനോട് വിധവയാവുന്നില്ല. പഴം കഴിക്കേണ്ടുന്ന ബന്ധ്യാവില്ല. അവരുടെ കഴിക്കലെയായി തീരുമാനിച്ചു. പക്ഷെ ഭർത്താവിനോട് പറയാൻ കഴിച്ചു. അവർക്ക് സമാധാനം പോയി. പഴം കഴിച്ചാൽ ഗർഭം ഉണ്ടാവില്ല, കുട്ടി കൊടുക്കണ്ടേ, പഴം കഴിച്ചു എന്ന് പറയാൻ പറഞ്ഞു. ഇനി എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുമ്പോ ഈ ദുന്ദുരിയുടെ സഹോദരി അടുത്ത നാട്ടിൽ ഗ്രാമത്തിലേക്ക് കല്യാണം കഴിച്ചിട്ടുണ്ട്. അവർക്ക് ദാരിദ്ര്യത്തിന്റെ കൂടാ. മക്കളാണെങ്കിൽ ആണ്ട് പിള്ളേർ പറഞ്ഞു. മനസ്സിലായി? ഇപ്പൊ എന്നെ നടത്താം. അവള് ഇടത്തി കാണാൻ പറ്റും, ഇടക്കിടയ്ക്ക് സഹായിക്കുന്നേ. അന്ന് ഇടത്തിയിലായിട്ട് വന്ന ഇടത്തി ആകെ മൂടൗട്ടായിട്ട് വിഷമയായിട്ട് ബുദ്ധിമുട്ടിരിക്കുന്നു. ഇടത്തി ചോദിച്ചു, എന്താ ഇടത്തി ഞാൻ സങ്കടപ്പെട്ടുകൊണ്ട് എന്നും കൂടെ നടത്തില്ല. ഒന്നും പറയട്ടാ, ഏട്ടൻ പോയിട്ട് കാട്ടിൽ പോയിട്ട് മകൾക്ക് പഴം കൊടുത്തു പറഞ്ഞ് കൊണ്ടുവന്നു. ആ പഴം ഞാൻ കഴിക്കണത്രേ. അത് കഴിച്ച ഒരു കൊല്ലം ഈശ്വരചിന്തയോടുകൂടി ആരെ കുറ്റം കുറവൊന്നും കാണും പറയാൻ ചെയ്യാതെ ഈശ്വരചിന്തയോടുകൂടി കഴിയണത്രേ. എന്നെ കൊണ്ടാവും ഇതൊക്കെ കഴിക്കാൻ. അതുകൊണ്ട് ഞാനത് കഴിച്ചില്ല. എന്ത് ചെയ്തു? ഞാനവിടെ പെട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഈ പെട്ടിയിലേക്ക് വെച്ചിട്ടുണ്ട്. എന്താ കുഴപ്പമായിടത്തേക്ക് ഞാൻ ഏട്ടനോട് കഴിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഗർഭം കണ്ടത് മണ പറഞ്ഞിരിക്കുക. ഞാനെങ്ങനെ പ്രസവിക്കാതെ പണം കഴിക്കാതെ പ്രസവിക്കാതെ ഗർഭം ഉണ്ടാവുന്ന കുട്ടി കൊടുക്കുക. ഞാനിപ്പോ ഗർഭസങ്കടത്തിലായിരിക്കണം. അപ്പൊ അനിയത്തി പറഞ്ഞു, ഇടത്തി പേടിക്കണ്ട, ഞാനിപ്പോഴും ഗർഭിണിയാണ്. എന്റെ പ്രസവം ആവണ വരെ ഇടത്തി ഗർഭം ധരിച്ചോളൂ. പ്രസവിച്ച ഉടനെ ഞാൻ ആരും അറിയാതെ എന്റെ ഭർത്താവിന്റെ കുട്ടിയെ കൊണ്ടായിരുന്നു. എന്നിട്ട് എന്റെ കുട്ടി മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ എത്ര കുട്ടിയെ നോക്കാൻ ഞാൻ ഇവിടെ താമസിച്ച എന്റെ കുട്ടിയെ ഞാൻ എന്നെ മലബാറിൽ കൊടുത്ത് വളർന്നു ചെയ്തോളാം. അതിന് മിക്ക എന്റെ ഭർത്താവിന് കുറച്ച് കാശ് ഇവിടെ കാശിന് ബുദ്ധിമുട്ടില്ലല്ലോ. ഇടത്തി ഗർഭം ധരിക്കണ്ട, പ്രസവിക്കണ്ട, ഈ സത്യശൗചായ നിയമങ്ങൾ പാലിക്കണ്ട, ഒന്നും വേണ്ട. ഇടത്തി അതുപോലെ ചെയ്തു. അപ്പൊ ഇടത്തി ആലോചിച്ചു, നല്ലൊരു ഐഡിയ ഉണ്ടല്ലോ. കാശിന് ഇവിടെ കുറവൊന്നുമില്ല. കാശ് കൊടുത്താൽ എനിക്ക് വേണ്ടി അവള് ഗർഭം ധരിച്ചോളും, അവളുടെ കുട്ടിയെ അവള് തന്നെ വളർത്തിക്കോളും. എന്റെ കുട്ടിയെ ഞാൻ ഭർത്താവിനെ പറഞ്ഞ് ധരിക്കും മനസ്സിലുണ്ടോ? അങ്ങനെ അവള് കിട്ടിയ അങ്ങനെ ആവാന്ന് പറഞ്ഞു.
അപ്പൊ അനിയത്തി പറഞ്ഞു, എന്നാലും നമുക്ക് പരീക്ഷിക്കാലോ, അത്ര വലിയ യോഗി കൊടുക്കാന്നല്ലേ പറഞ്ഞ ആ പഴം, ആ പഴത്തിന് ശക്തി ഉണ്ടോ നോക്കാം, അവിടെ പ്രസവിക്കാതെ നിൽക്കുന്ന പശുക്കളുണ്ടല്ലോ അതിൽ വെള്ളം കൊടുക്കാം എന്ന് പറഞ്ഞൊരു പശുവിനെ ആ പഴം കൊണ്ട് കൊടുക്കും. നോക്കണേ, ഇവരെ മനസ്സ് പോയത് ആ പഴം കഴിച്ച പശു ഗർഭം ധരിച്ചു. മനസ്സിലായോ? അത് ഒന്നാം തരം ഒരു സുന്ദര കുട്ടകനെ പ്രസവിച്ചു. നോക്കണം, ബന്ധുവിയുടെ അനിയത്തി പ്രസവിച്ചു. അവള് പ്രസവിച്ച കുട്ടി ബന്ധുകാരി പേരിട്ടു. ആ കുട്ടി തന്റെ കുട്ടിയാണെന്ന് പറഞ്ഞ് രാമനെ ഭർത്താവിനെ പറ്റിക്കുകയും ചെയ്തു. കേട്ടോ, അനിയത്തി എന്റെ വരയിൽ പാലില്ല നോക്കാം, അനിയത്തിയെ കുട്ടിയെ നോക്കാൻ ഇവിടെ കൊണ്ടുവന്ന് ആ അനിയത്തിയുടെ കുട്ടിയെ അനിയത്തിയെ കൊണ്ട് പാൽ കൊടുപ്പിച്ച് വളർന്നു. കേട്ടോ, ഭർത്താവിനോട് പറഞ്ഞു നമ്മുടെ കുട്ടിയാണ്. എന്നിട്ട് ബന്ധുകാരിന്ന് പേരിട്ടു. ബന്ധുവിയുടെ മോനെയുണ്ട്. മറ്റേ കുട്ടിക്ക് പശുവിന്റെ കാത് മാറി നീണ്ട കാത് മാത്രം, അതൊക്കെ മനുഷ്യന്റെയാണ്. ആ കുട്ടിക്ക് ഗോകർണൻ പേരിട്ടു. രണ്ടാളുടെ 10 ഗുണം 10 ഗുണം എന്ന് പറയില്ലേ, ആ മഹർഷി കൊടുത്ത ആ തപസ്സിന്റെ ശക്തി കൊണ്ട് ആ പഴം കഴിച്ചിട്ടുണ്ടായ കുട്ടി പശു പ്രസവിച്ചതാണെങ്കിലും ആ കുട്ടി വിദ്വാനായി, ജ്ഞാനിയായി, ഭക്തനായി, മഹാനായി, സജ്ജനമായി, നാട്ടുകാർക്ക് കണ്ണിലുങ്ങിയായി. മനസ്സിലായോ? എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും കാരുണ്യം, അനുകമ്പ, ദയ, ഇതൊക്കെയാണ് ഗോകർണന്റെ സ്വഭാവം. ഗോകർണന്റെ സ്വഭാവം എല്ലാവരും മനസ്സിനെ ആകർഷിച്ചു. എന്നാലോ ദുന്ദുരിയുടെ പുറത്തുണ്ടായ ദുന്ദുകാരിയുടെ മകൻ, ദുന്ദുകാരിയുടെ അനിയത്തിയുടെ മകൻ മേടിച്ചില്ലേ, ദുന്ദുകാരി ദൃഢനായി, കളവ് ചെയ്യുക, വ്യഭിചാരം ചെയ്യുക, മദ്യപാനം ചെയ്യുക, എല്ലാ തരത്തിലും ഉണ്ടായിട്ടും തോന്നിവാസവും അങ്ങനെ അഹങ്കാരിയായി നാടിനും നാട്ടുകാർക്കും മുഴുവൻ കഷ്ടപ്പാട് കൊടുക്കുന്നതായി. അവസാനം അച്ഛന്റെ പണം മുഴുവൻ എടുത്തുകൊണ്ടുപോയി കള്ളു കുടിച്ച് സ്ത്രീകൾ വ്യഭിചാരശാലയും കൊടുത്ത് അവസാനം അച്ഛൻ ഇഷ്ടം പോലെ പണം ഉണ്ടായ അദ്ദേഹത്തിന്റെ പണം മുഴുവൻ മുടിഞ്ഞ് ദരിദ്രനായി. അവസാനം അച്ഛനെ പിടിച്ച് കെട്ടിയിട്ടുണ്ട്, പണം എടുക്കുക എന്ന് പറഞ്ഞാൽ അച്ഛനെ അടിക്കുക. അപ്പോഴാണത്രേ ഈ ആത്മദേവന മഴക്കിയുടെ വാക്കമൊന്നും വേണ്ടിയിട്ടില്ല. അന്ന് ആ കാട്ടിൽ തിരിച്ചു പോരാതെ ആ ഭഗവാനെ ധ്യാനിക്കാനുള്ള മാർഗം കേട്ടപ്പോൾ അത് കേട്ടവിടെ ധ്യാനിച്ചെങ്കിൽ എത്ര സമാധാനവും ശാന്തി കിട്ടിയേനെ. അത് കിട്ടാതെ ഉണ്ണിയെ കൊണ്ട് കിട്ടും, മകനുണ്ടായ കിട്ടുന്നത് വന്ന് അപ്പൊ ഉണ്ണി ഉണ്ടായി. ദേഹം അറിയില്ല, ദേഹമാനല്ല ഭാര്യ വെച്ചോട് അറിയില്ലല്ലോ. സ്വന്തം മകനല്ല, അവകാശപ്പവനല്ലേ. ഇവന്റെ അടി കൊണ്ട് ചാവണ്ടൊക്കെ വീടി കൊന്നുല്ലോ. ഭഗവാനെ തനക്ക് അടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. ധാരാളം കൊണ്ടാക്കിയില്ല, പാത്രങ്ങളൊക്കെ കൊണ്ട് വിറ്റ് കാശുണ്ടാക്കിയിട്ട് അങ്ങനെ ഓരോ വേണ്ടാതിന് പോയി. അപ്പോഴാണ് അച്ഛന്റെ ദയനീയ അവസ്ഥ കൊണ്ട് മഹാനായ പുത്രൻ ഗോവർണൻ അടുത്ത് വന്ന് അച്ഛനോട് ഉപദേശം കൊടുക്കുക. അച്ഛാ, ഇപ്പോഴെങ്കിലും അച്ഛന് മനസ്സിലായില്ലേ ഈ സംസാര ജീവിതത്തില് ദുഃഖമല്ലാതെ യഥാർത്ഥ സുഖം ശാന്തി കിട്ടില്ല. ഈ മറ കൊണ്ടാണ് എന്റെ ഉള്ളതായ ആസക്തിയും മമതയും വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ദുഃഖം. അതിന് കാരണം ഈ നശ്വരമായ ഈ ശരീരത്തിൽ ഞാൻ എന്നുള്ള വിചാരം. മനസ്സിലായോ? വാസ്തവത്തില് ഇതിനെ വിടൂ, ഇതിന്റെ അഭിമാനത്തെ വിടൂ, ഈ ആസക്തി വിടൂ, ഈ ബന്ധുമിത്രാദികളോടുള്ളതായ ആസക്തി വിടൂ. എന്നിട്ട് കാട്ടിൽ പോയി മഹർഷിമാരെ സേവിക്കൂ, സജ്ജനങ്ങളെ സേവിക്കൂ, അവരെ മുഖത്തുനിന്ന് ഭഗവാന്റെ കഥകൾ കേൾക്കൂ, ആ ഭഗവാന്റെ തിരുനാമങ്ങൾ ജീവിക്കൂ, ആ ഭഗവാനെ ആശ്രയിച്ച് ഭരിച്ചു വെച്ചാൽ അതുകൊണ്ട് മാത്രമേ യഥാർത്ഥ ശാന്തിയും സുഖവും സമാധാനം കിട്ടുള്ളൂ. മകന്റെ വാക്ക് നേരത്തെ മഹർഷി പറഞ്ഞപ്പോൾ ഏറ്റില്ല. ഇപ്പൊ മകനുണ്ടായ മകനെ കൊണ്ട്, മകനെ സ്വന്തം മകനല്ല, അദ്ദേഹത്തിന്റെ വിചാരം സ്വന്തം മകൻ തന്നെ, കാശോട്ട് പഠിച്ച മകനാണ്. പക്ഷെ അവനെ കൊണ്ട് നല്ല ദുരിതം ദണ്ഡം അനുഭവിച്ചപ്പോഴോ അദ്ദേഹത്തിന് എല്ലാത്തിലും മതിയും കൊതിയും വന്നു. മനസ്സിലായോ? സംസാര ജീവിതം മടുത്തു. അപ്പൊ അദ്ദേഹത്തിന് ഈശ്വരത്തിന് ഈ മകന്റെ ഉപദേശം, ഗോകർണന്റെ ഉപദേശം സ്വീകരിക്കാൻ സാധിച്ചു. മനസ്സിൽ പാകത വന്നു. ആ മകനെ ഗുരുനാഥനായി കണക്കാക്കി കാട്ടിൽ പോയി ഭഗവാനെ ഭജിച്ചുകൊണ്ട് നാമം ജില്ലയാൽ 20 സകലം പിടിക്കും, ഇതിന് കൂട്ടുനിന്ന് നമുക്കും കൂടി ശിക്ഷ കിട്ടും. അതുകൊണ്ട് ഇവൻ പോയാൽ നമുക്ക് വേറെ ഭർത്താക്കന്മാരെ കിട്ടും. ഈ പണം നഷ്ടപ്പെടാതെ, ഈ പണ്ടൊക്കെ നഷ്ടപ്പെടാതെ, സ്വർണ്ണൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് തന്നെ ഇവനെ കൊന്നു കുഴിച്ചിട്ടാണ്ടാകും. ഇതാണ് ദുഷ്ടസ്ത്രീകളുടെ സ്വഭാവം. മനസ്സിലായോ? അവരെ വിശ്വസിച്ചിട്ടല്ലേ അവൻ കഴിഞ്ഞത്, വിശ്വസിച്ചിട്ടാണ് ഉറങ്ങണം. അവരൊക്കെ കൂടി എന്ത് ചെയ്തു? ഇവന്റെ കയ്യും കാലും കൂട്ടിക്കെട്ടി കഴുത്തിൽ കയറിട്ട് വെച്ചു. കരഞ്ഞ ശബ്ദം കേട്ടാണ്ടിരിക്കണം. അതിനാണ് ഓടി വരുന്നില്ല. വായിൽ തീക്കളൽ കുത്തി ഇറക്കി അങ്ങനെ ശ്വാസം മുട്ടിച്ചു കൊണ്ടു. എന്നിട്ടോ ആ ശവടുത്ത് ഒരു കിണറ്റിൽ മറവ് ചെയ്ത് രാത്രിക്ക് രാത്രി പണ്ടോ പണമൊക്കെ പങ്കുവെച്ച് അവർ നാനാഭാഗത്തേക്ക് പോയി. അവരെ പിടിവിട്ടാണ്. ഇങ്ങനെ ദാരുണമായി, ദയനീയമായി ഈ ജീവിതത്തില് ഇത്രയും മഹാഭാവം ചെയ്ത ആ പാവിയായ ഹിന്ദുക്കാരി മരിച്ചു. അതുകൊണ്ട് പിടികിട്ടാതെ അലയാൻ തുടങ്ങി, പ്രേതമായിട്ട് അലയാൻ തുടങ്ങി. അവസാനം ഈ ഗോകർണൻ പലയിടത്തും തീർത്ഥാടനം നോക്ക് നാട്ടുകാരിൽ നിന്ന് എന്റെ സഹോദരന്റെ ഘടന മാത്രമേ അറിഞ്ഞ് അദ്ദേഹം സൗകര്യം എടുത്തയച്ചിട്ട് ശ്രാദ്ധങ്ങൾ കൊടുക്കുക. കാശിയില്, ഗയയില്, ഇങ്ങനെ പല പുണ്യ സ്ഥലങ്ങളിൽ പോകണമൊക്കെ നമ്മൾ ചെയ്യില്ല. കുറവെല്ലാം സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇതുമാതിരി ശ്രാദ്ധ പോട്ടി. അതിന് കുറെ കാലം കഴിയുമ്പോൾ അദ്ദേഹം തിരിച്ചു വന്നു. തിരിച്ചു തന്നെ നാട്ടിൽ വന്നു. രാത്രി എവിടെ ആരും പറഞ്ഞില്ല. എന്റെ ആ പഴയ വീടൊക്കെ എടുത്ത് പോയിരുന്നു. എന്റെ വരാന്തയിൽ ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ ഈ ഹിന്ദുകാരിക്ക് മനസ്സിലാക്കി എന്റെ സഹോദരൻ മഹാഭക്തനും ഞാനും ഒരുങ്ങിയിരിക്കണം.
അദ്ദേഹം വിചാരിച്ചാൽ എനിക്ക് സൽഗതി കിട്ടുന്നുണ്ട്, അവിടെ വന്ന് ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുക. അപ്പോ ഗോകർണന് മനസ്സിലായി ഇത് ഏതോ ഗതി കിട്ടാത്ത ജീവനാണ്. ഉടനെ കുറച്ച് മന്ത്രം ലഭിച്ച് വെള്ളം തെളിച്ചു അതിന് മേലേക്ക്. അപ്പൊ അതിന് സംസാരിക്കാൻ കഴിഞ്ഞു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ നല്ലൊരു ബ്രാഹ്മണനെ പോലെ ജനിച്ചിട്ടും ഞാൻ ചെയ്ത മഹാപാപത്തിന്റെ ഫലമായി ഞാൻ ഇങ്ങനെ അസ്വദിച്ചു, എനിക്ക് സദ്ഗതി കിട്ടിയിട്ടില്ല, ഞാൻ പ്രേതമായിട്ട് അലയാണ്, അങ്ങല്ലാതെ എനിക്ക് വേറൊരു ബന്ധുവില്ല, എന്നെ ഇവിടുന്ന് രക്ഷിക്കണേ മോചിപ്പിക്കണേ എന്ന് പറഞ്ഞ് അറിയാൻ പറഞ്ഞു. അപ്പൊ ഗോകർണൻ പറഞ്ഞു, ഞാൻ അങ്ങേക്ക് വേണ്ടി കൈലാശ്രാദ്ധം കൂട്ടി, വേറെ പുണ്യ ദിവസങ്ങളിൽ ശ്രാദ്ധം കൂട്ടിയില്ലോ, എനിക്ക് മുക്തി കിട്ടേണ്ടതല്ലേ, എന്താ കിട്ടിയില്ല പറഞ്ഞത്? അവർ 100 കൈലാശ്രാദ്ധം കൂട്ടിയാൽ പോലും എനിക്ക് മുക്തി കിട്ടില്ല, അത്രയധികം മഹാപാപമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് മറ്റെന്തെങ്കിലും വഴി കണ്ടുപിടിച്ചു കിട്ടോ എന്ന് പറഞ്ഞപ്പോ ആ ഗോകർണൻ പറഞ്ഞു, ഇന്ന് രാത്രി ഒന്നും ചെയ്യാൻ നോക്കിയില്ല, രാവിലെ അതിലുള്ളവരോട് ചോദിച്ച് ശാസ്ത്രം നോക്കി എന്താ ചെയ്യാം എന്ന് പറഞ്ഞാൽ അയാളെ സമാധാനിപ്പിക്കും. പ്രഭാതത്തിൽ ഗോകർണൻ വന്നു നമ്മോട് മഹാത്മാവിന്റെ ദഹനം എല്ലാവർക്കും നാട്ടുകാർക്ക് ഇഷ്ടല്ലേ, ആ സജനങ്ങളെ നാട്ടുകാരെ കൂടി വന്നു, അദ്ദേഹത്തെ തീർച്ചയായ വർത്തമാനങ്ങളൊക്കെ ചോദിച്ചു. അതിനിടയിൽ തലേദിവസം നടന്ന സംഭവം എന്റെ സഹോദരൻ സദ്ഗതി കിട്ടിയിട്ടില്ല, അതിന് എന്താണെന്ന് വായെന്നൊക്കെ അവിടെ ചർച്ച വന്നു. പണ്ഡിതന്മാരൊക്കെ ശാസ്ത്രങ്ങൾ നോക്കി. ദയാശാസ്ത്രാണ് അത്ര അവസാനത്തെ കാര്യം. ദയാശാസ്ത്രത്തെ ആ ജീവനെ വിഷ്ണുഭക്തി ചേർക്കുക, ഭഗവാൻ ചേർക്കണേ. പിന്നെ അതിനേക്കാൾ വലിയൊരു ഒരു പ്രതിക്രിയയില്ല, ഒരു പുണ്യകർമ്മയില്ല. ഇവിടെ 100 ദയാശാസ്ത്രം കൊണ്ട് പോലും എനിക്ക് മുക്തി കിട്ടില്ല എന്നാണ് ഗോവർണനോട് എഴുത്തുകാരി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ഉപായം? അപ്പൊ പണ്ഡിതന്മാര് ശാസ്ത്രങ്ങൾ നോക്കിട്ട് പറഞ്ഞു, വേറൊരു ഉപായം കാണാനില്ല. ഇതാണ് അവസാനത്തെ ഉപായം. അവസാനം ഗോവർണന് സങ്കടം തോന്നി, ആ സഹോദരനെ എങ്ങനെയും രക്ഷപ്പെടുത്തണ്ടേ. അദ്ദേഹം തപസ് ചെയ്തു സൂര്യഭഗവാൻ, സൂര്യനാരായണനെ തപസ് ചെയ്തു. പ്രത്യക്ഷമായി സൂര്യനാരായണൻ അദ്ദേഹത്തിന് ഭക്തിയുണ്ട്. ഭഗവാനോട് ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? ഈ 100 കൈലാസാർത്ഥം കൊണ്ട് പോലും മുക്തി കിട്ടാത്ത മെച്ച ജീവന് സദ്ഗതിക്ക് എന്താ വഴി? അപ്പോ സൂര്യൻ ഭഗവാൻ പറഞ്ഞു അത്രേ, ശ്രീമദ് ഭാഗവതാ മുക്തി സപ്താഹം വാചനം കൊണ്ടുപോകും. ശ്രീമദ് ഭാഗവതം വായിച്ചു കേൾപ്പിച്ചാൽ ഏത് പാപം ചെയ്ത ഏത് സദ്ഗതി കിട്ടാത്ത ജീവനും വിഷ്ണു സാന്നിധ്യം കിട്ടുന്നു. മനസ്സിലായോ? പറയാൻ ഭാഗവതത്തിന്റെ മഹിമ അറിയുന്നു. ഇത്രയും പാപം ചെയ്ത് സദ്ഗതി കിട്ടാതെ പ്രേതമായി അലയുന്ന ഒരു ജീവന് പോലും 100 കൈലാശാബ്ദം കൊണ്ട് സദ്ഗതി കിട്ടാത്ത ജീവന് പോലും സദ്ഗതിക്ക് ഒരു ഭാഗവതം കേട്ടാണെങ്കിൽ ജീവനോടിരുന്ന ബോധപൂർവ്വം ഈ ഭാഗവതത്തിന്റെ മാഹാത്മ്യം അറിഞ്ഞ് ഒരു ഭാഗവത സപ്താഹം ആദ്യം മുതൽ അവസാനം വരെ കേട്ടാൽ നമുക്ക് സദ്ഗതിക്ക് വേറെ അതിന് വേണോ? ചത്തുപോയിട്ട് വേണോ അതിന് പരിഹാരം ചെയ്യാൻ പോകാൻ? ഇതാ വിവേകമുള്ള മനുഷ്യൻ കേട്ടില്ലപ്പോ മനസ്സിലാവുണ്ടോ? മരിക്കാൻ നിൽക്കണ്ട, അതിന് ശേഷം മറ്റൊന്നും ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യം, ജീവിച്ചിട്ട് കേൾക്കൂ. നമുക്ക് ദുർഗതി വരികയില്ല, നേരെ വൈകുണ്ഠപ്രാപ്തി ഉണ്ടാവുക. മനസ്സിലായോ? സദ്ഗതി ഉണ്ടാവുക, സായുജ്യം ഉണ്ടാവുക. ഇത്ര മഹത്തായ ഒരു കാര്യം അവനവന്റെ ശ്രേയസിന് വേണ്ടി അവനവൻ ജീവിച്ചിരിക്കുമ്പോ ചെയ്യണ്ടേ? മറ്റുള്ളവർ ചാത്ത കൂട്ടിയില്ല, ആരും നോക്കാൻ പോകുന്നില്ലേ? നമുക്ക് ജീവിക്കണം, നമുക്ക് ഇവിടെ സായുജ്യം ഉറപ്പാക്കാലോ. ഭാഗവതം കേട്ടിട്ടല്ലേ എവിടേക്കാ പോവുക? വൈകുണ്ഠത്തിലേക്കാ പോകുന്നേ. മനസ്സിലാവുണ്ടോ? ഇതാണ് ഭാഗവതത്തിന്റെ മഹാത്മ്യം. അങ്ങനെ ഗോവർണൻ മഹാനാണ്, പണ്ഡിതനാണ്, ജ്ഞാനിയാണ്, ഭക്തനാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ വേറൊരു ആചാര്യനെ വിളിക്കേണ്ട ആവശ്യമില്ല. നാട്ടുകാരൊക്കെ ഇവരറിയിച്ചു, ഇങ്ങനെ എന്റെ സഹോദരൻ സദ്ഗതി കിട്ടിയിട്ടില്ല, അവരോട് സൂര്യഭഗവാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഭാഗവത സപ്താഹം നടക്കുന്നത്, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വരാമെന്ന്. കുറെ ആൾക്കാരെ നാട്ടുകാരൊക്കെ വന്നു, അങ്ങനെ ഭാഗവത സപ്താഹം ആരംഭിച്ചു. ആ ജീവനെ ഒരു 7 കമ്പിൾ വളരെ ആവാഹിച്ചു. എന്നിട്ടോ ഭാഗവതം വായന ആരംഭിച്ചു. 1ാമത്തെ ദിവസം വായന കഴിഞ്ഞ സമയത്ത് ഒരു പൊട്ടൽ കിട്ടും, ആരും ശ്രദ്ധിച്ചില്ല. 2ാമത്തെ ദിവസം നിൽക്കുമ്പോൾ ഒരു പൊട്ടൽ കിട്ടും. അങ്ങനെ 7ാം ദിവസം ഒരു പൊട്ടുണ്ടായപ്പോഴോ ആ മുള 2ആയി പിളർന്നു പറയുന്നത്. അതിന്റെ ഉള്ളിൽ നിന്ന് അതുവരെ ശരീരമേ ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞിരുന്ന ആ പ്രേതം പ്രേതഭാഗമുക്തനായി മാത്രമല്ല, അതിന് മഹാവിഷ്ണുവിനെ പോലുള്ള ദിവ്യ ശരീരം കിട്ടി. കൈകൊണ്ടല്ല, പാർത്ഥ ശരീരം കിട്ടി. ആ ദിവ്യമായ ശരീരം സ്വീകരിച്ചുകൊണ്ട് ആ ജീവൻ ധന്യനായി പുറത്തു വന്നുകൊണ്ട്, ഭാഗവതമാണ് എന്നെ ഈ പ്രേതഭാഗയിൽ മോചിപ്പിച്ചത്, ലോകത്തനാണ് എന്നെ രക്ഷിച്ചത്, ആ ലോകത്തിന് നന്ദി പറയാ, സ്തുതിക്കുക, ഭാഗവതത്തിനെ സ്തുതിക്കുക. ഭാഗവതത്തിന്റെ മഹിമാണ് കൂടിയിരുന്നവരോടൊക്കെ സ്വന്തം അനുഭവത്തിലൂടെ എന്തു കാര്യ ജീവൻ പറയാം. അപ്പോഴേക്കും വൈകുണ്ഠത്തിൽ നിന്ന് പാർഷദന്മാര് ദിവ്യമായ വിമാനവുമായിട്ട് വന്നു വൈകുണ്ഠത്തിലേക്ക് അവനെ കൊണ്ടുവരാൻ. അപ്പോ ഈ ഗവർണർ ചോദിച്ചു, ഇത്രയൊക്കെ പാപം ചെയ്ത ഇവൻ 7 ദിവസം ഭാഗവതം കേട്ടപ്പോ അവര് വിമാനം വന്നു വൈകുണ്ഠത്തിൽ പോയി. ഇതൊന്നും പാപം ചെയ്യാത്ത ഈ നാട്ടുകാർ കേട്ടില്ലേ, അവർക്കെന്താ വിമാനം കൊണ്ടുവരാനെന്ന്? അവർക്കൊന്നും ഇയാൾ കേട്ടമായിട്ട് ശ്രദ്ധയും വിശ്വാസം ഉണ്ടായില്ലേ? അവര് പോയി, നമ്മൾ പോയി കേട്ടു കുറച്ചൊക്കെ അല്ലേ, അതേ ഉള്ളൂ. എന്നാലോ ഈ ഹിന്ദുകാരുടെ സ്ഥിതി അതാണോ? 100 കൈലാസാർത്ഥം ഇട്ടിരിക്കുന്നു, അതുകൊണ്ട് പോലെ സംഗതിയില്ല. ഏകമായ ആശ്രയം എന്താണ്?
ഭാഗവതം മാത്രം പ്രത്യക്ഷ ഭഗവാനായ ഭാഗവത്തെ പരിപൂർണമായി ആശ്രയിച്ചു, അത് വിശ്വസിച്ചു, പൂർണ്ണ ശരണാഗതി അടഞ്ഞു. ഈ ഭാഗവതം ഒരു തുള്ളി പോലും വിട്ടുപോകാതെ മുഴുവനും കേട്ടു. പകലത് മുഴുവനും കേട്ടു. രാത്രി ആ കേട്ടതിനെ കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് മനസ്സ് ഭഗവാൻ ഉറപ്പിച്ചു. മനസ്സിലായോ? അങ്ങനെ മറ്റാരും ചെയ്തില്ല. അതുകൊണ്ടാണ് അവർക്ക് അതിന് അർഹത വരാനിരുന്നത്. ബന്ധുകാരി കേട്ടമായി കേട്ടാൽ എല്ലാവർക്കും കിട്ടും വൈകുണ്ഠ പ്രാപ്തി, പിന്നെ നിലവരണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് ആ ബന്ധുകാരിയെ കൊണ്ട് പോയതാണ്. ഇത് കേട്ടപ്പോൾ നാട്ടുകാർക്കുടെ പോരായ്മ അവർക്ക് മനസ്സിലായി. അത് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ഒരു സപ്താഹം നടത്തണമെന്ന് പറഞ്ഞു. ഗോവർണൻ വേറൊരു സപ്താഹം നടത്തി. ആ സപ്താഹത്തിൽ ഇവരൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നു. അതുകൊണ്ട് അവർക്കൊക്കെ വൈകുണ്ഠ പ്രാപ്തി ഉണ്ടായി. പിന്നെ അമ്മയുടെ ഗർഭത്തിൽ വന്ന് ജനിക്കേണ്ടി വന്നില്ല. തട്ടാൽ മഹാവിഷ്ണു വൈകുണ്ഠമൂർത്തി ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ സപ്താഹ വേദിയിൽ പ്രത്യക്ഷമായി 10 വർഷങ്ങളോടുകൂടി കീർത്തനങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം ആ അത്രയും ഭക്തന്മാർക്കൊക്കെ ആ ഭാഗവതം കൽപ്പിച്ചു കൊടുത്ത ഗോകർണനെ ആലിംഗനം ചെയ്ത് ഭഗവത് സ്വരൂപനാക്കി മാറ്റി തന്റെ ദിവ്യ ലോകത്തേക്ക് കൊണ്ടുപോയിരുന്നു. ഇങ്ങനെയുള്ള ഈ ഭാഗവതം ആരാണോ കേൾക്കുന്നത്, ആരാണോ ശ്രദ്ധയോടെ കേൾപ്പിക്കുന്നത്, അത് പറയണത് അവർക്കൊക്കെ കൃഷ്ണസമതാം അലം അന്യധർമ്മൈഹി. ആ ഭഗവത് സാന്നിധ്യം കൈവരും. വേറെ ഒരു അനുഷ്ഠാനത്തിന്റെ ആവശ്യമില്ല. അത്രയും മഹിമയാണ് ഈ ശ്രീമദ് ഭാഗവതത്തിന്. ആ ഭാഗവതത്തിന്റെ മഹാത്മ്യമൊന്നും നമ്മൾ ചെറിയ സമയം കൊണ്ട് എല്ലാവർക്കും പോകാൻ തിരക്കുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അതുകൊണ്ട് നമ്മൾ ഓടിച്ചു പറഞ്ഞു. ആ ഭാഗവതാണ് ഈ വിസ്തരിച്ച് നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നത്. സൂര്യ ഉദയത്തിനോടുകൂടി ആരംഭിച്ച് സൂര്യാസ്തമനത്തിന് മുമ്പ് നിർത്തണം എന്നാണ് വിധി. തുടങ്ങുന്നതിന് മുമ്പ് ഗണപതി ഭഗവാനെ ആ വിഘ്നങ്ങൾ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി പൂജിക്കണം. പിന്നെ വിഷ്ണു ഭഗവാനെ പൂജിക്കണം. പിന്നെ ഭാഗവത്തെ പൂജിക്കണം. പിന്നെ ശിവമഹർഷിയെ പൂജിക്കണം. ഇതൊക്കെ സ്റ്റേജിൽ പൂജയിൽ ചെയ്യണം. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ചേർന്ന് വിഷ്ണു സഹസ്രനാമം ജപിക്കണം. തടസ്സങ്ങളും വിഘ്നങ്ങളും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി, എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും സഹസ്രനാമം ജപിക്കാൻ പറ്റുന്നവരൊക്കെ രാവിലെ വരിക. എന്തായാലും നമ്മൾ സഹസ്രനാമം ജപിക്കും. അത് കഴിഞ്ഞ് പ്രാർത്ഥനയുണ്ട്. ഭാഗവതത്തിനോടും ശിവമഹർഷിയോടൊക്കെ ഒരു പ്രാർത്ഥനയുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണനോടൊക്കെ, ഭഗവാനെ ഞങ്ങളെ ഈ സംസാര ദുഃഖത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും രക്ഷിക്കണമേ ഭഗവാനെ. ഞങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ കാരണം പ്രാരബ്ധമാകുന്ന മുതലേ ഞങ്ങളുടെ കാലിൽ പിടിച്ചിരിക്കുക. ഇന്ന് ഭഗവാന് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഞങ്ങളുടെ ആഗ്രഹങ്ങളും മനോരഥങ്ങളൊക്കെ സാധിപ്പിച്ചു തരണമേ ഭഗവാനെ എന്നൊക്കെ പ്രാർത്ഥിച്ച് ഭാഗവതത്തിനോടും ശിവമഹർഷിയോടും ഒക്കെ പ്രാർത്ഥിച്ച് നമസ്കരിച്ച് ഭാഗവത പാരായണം ആരംഭിക്കും. പിന്നീട് നിങ്ങളുടെ ഭക്തജനങ്ങളുടെ സാന്നിധ്യം അനുസരിച്ച് പ്രഭാഷണം ഉണ്ടായിരിക്കും. അതെയോ പാരായണം എല്ലാവർക്കും സംസ്കൃതം മനസ്സിലായിരുന്നില്ല. പക്ഷെ അതിനാണ് വ്യാഖ്യാനം. മനസ്സിലായോ? യഥാഭക്തി യഥാശക്തി നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അത് വേണ്ട പോലെ നിർവഹിക്കാം. അതിനെ എല്ലാവരും വേണ്ട പോലെ പ്രയോജനപ്പെടുത്തുക. ഭഗവതായത്തിൻ്റെയും നമ്മുടെ ഭഗവാന്റെയൊക്കെ ആ അനുഗ്രഹം നിറച്ച് നമുക്ക് കിട്ടിയോണ്ടാണ് ഇങ്ങനത്തെ അവസരം ഉണ്ടായത്. അതിനെ വേണ്ട പോലെ പ്രയോജനപ്പെടുത്തി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഭക്തി ഉണർത്തി ഈശ്വര സായുജ്യം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്